അവിടെ ഇങ്ങനെ സ്വന്തമായി കഴിവുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് മുജാഹിദിന്റെയും മുജാഹിദിന്റെ തഫ്സീറൊന്നും പോകണ്ട. നിങ്ങളിപ്പം പറഞ്ഞ റാസിയിലെ തന്നെ നോക്കിയാൽ മതി ഈ ആയത്തിനുള്ള വ്യാഖ്യാനം. റാസി പറയുന്നത് മക്കാ മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങളെയും അവരെ നേതാക്കന്മാരെയും അമ്പ്യാക്കളെയും നേതാക്കന്മാരെയും ആരാധിച്ചു. അങ്ങനെയുള്ള വാക്കുണ്ട്. നിങ്ങൾ തഫ്സീർ റാസി തന്നെ എടുക്കൂ. പല വ്യാഖ്യാനം പറഞ്ഞെടുക്കുക. ഇന്നഹു വലഹു ആദിഹിൽ അസ്നാമ വൽ ഔസാന അലാ സുവരി അൻബിയാഹി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം ശരിക്കും അവിടെ പറയുന്നുണ്ട്. ഉസ്താദ് തന്നെ ഒന്ന് വായിച്ചാൽ മതി. ഇത് ലാസ്റ്റ് പറയുന്നത് ഈ സമാനിന ഹാദ, ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാം കസീറൻ മിനൽ ഖൽഖി, ധാരാളം പടപ്പീങ്ങള് മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കുന്നത്. എന്ത് വിശ്വാസത്തിന്റെ മേലെ? അവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്ന് ആദരിക്കുന്നതിന് ഇത് ഈ മുശ്രിക്കുകളുടെ ഇതിനോട് തുല്യമാണ് എന്ന് റാസി തന്നെ പറയുന്നുണ്ട്. റാസിന്റെ ആ ഭാഗം ഉസ്താദിനെ വായിക്കാം. റാസിന്റെ ഭാഗം വായിക്കുന്നതിന്റെ മുമ്പ് ഇയാൾ തുടങ്ങിയത് ഒരു മുഖവേരയോട് കൂടെയാണല്ലോ. മക്കാ മുശ്രിക്കീങ്ങൾക്ക് അങ്ങനെ അവരുടെ ഇലാഹുകൾക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. വിശ്വസിച്ചില്ല എന്ന് ഇയാൾ പറഞ്ഞല്ലോ. ഇത് ലോകത്ത് ഒരു പണ്ഡിതനും പറയാത്ത വാദമാണ്. ഒരാളും ഈ അഭിപ്രായപ്പെട്ടിട്ടില്ല. പോരാ, റാസി ഇമാമ് ആ വിഷയം പറഞ്ഞത് ഞാനിവിടെ ഉദ്ധരിച്ചു. അതും പോരാത്തതിന് അമാനി മൗലവി മലയാളത്തിൽ എഴുതിയതും വായിച്ചു. ഇതിന് ഇയാൾക്കൊന്നും പറയാനില്ലല്ലോ. അപ്പോഴത്തേക്ക് ഇയാൾ ഇഷ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅദീമി ഖുബൂരിൽ അകാബിരി എന്ന ഉദ്ധരണിയിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. അവിടേക്ക് നീങ്ങാനായില്ല. അവിടേക്ക് നീങ്ങുന്നതിന്റെ മുമ്പ് ഇമാം റാസി തങ്ങളുടെ വിശദീകരണം ഒന്നുകൂടി കേട്ടോളൂ. ഒന്നും കൂടി നിങ്ങൾ വളരെ നന്നായി ശ്രദ്ധിച്ചോളൂ. വകാനൂ യഖൂലൂന ഇന്നഹാ തശ്ഫഉ ലനാ ഇൻദല്ലാഹി മിൻ ഗൈരി ഹാജത്തിൻ ഫീഹി ഇലാ ഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ സമ്മതത്തിലേക്ക് ആവശ്യമില്ലാതെ അള്ളാന്റെ സമ്മതം വേണ്ട, അള്ളാന്റെ അനുവാദം വേണ്ട. അനുവാദമില്ലാതെ ശുപാർശ പറയും, ശുപാർശ ചെയ്യും. ഇത് സ്വന്തമായ കഴിവാണോ? അല്ലേ? ഇവിടെ ഈ പോയിന്റിൽ നിന്ന് അല്ലാന്നോ ആണെന്നോ പറഞ്ഞതിന് ശേഷം നമുക്ക് ഖുബൂരിൽ അക്കാബരിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ഇമാം റാസി തങ്ങൾ വിശദീകരിച്ചത്. അതിനെതിരായി നിങ്ങൾക്ക് ആയത്തുണ്ടോ? അതിനെതിരായി നിങ്ങൾക്ക് ഹദീസുണ്ടോ? അതിനെതിരായി പണ്ഡിതന്മാരുണ്ടോ? ഇവിടെയാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇത് തീർന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടപ്പ് അതോടുകൂടെ തന്നെ ഊരി. പ്രിയപ്പെട്ട മുജാഹിദിന്റെ മൗലവിമാരോട് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ ഞാൻ ആകെ ഒരു അഭിപ്രായ വ്യത്യാസത്തിലുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് വിഷയം. ഉദാഹരണത്തിന് ഉസ്താദ്മാർ പറഞ്ഞ പോലെ മഹദി ഷൈന, അതേപോലെ കണ്ട ഔലിയാക്കന്മാരെ കുറിച്ച് നമ്മൾ സഹായം ചോദിക്കലുണ്ടല്ലോ. ആ വിഷയം വളരെ ഒരു ശങ്കയുള്ള ഒരു വിഷയമായിരുന്നു അത്. പക്ഷെങ്കിൽ അതിനെപ്പറ്റി ഉസ്താദ് വളരെ വിശദമായിട്ട് ഖുർആനായത്ത് ഓതിക്കൊണ്ട് വിശദീകരിച്ചത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക ദൈവം എന്ന നിലക്ക്, ഇലാഹ് എന്ന നിലക്ക് വിളിക്കുന്നതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഖുർആനായത്ത് ഓതിക്കൊണ്ട് ഇവിടെ പ്രതിപാദിച്ചു. പക്ഷെങ്കിൽ മുജാഹിദിന്റെ ബഹുമാനപ്പെട്ട മൗലവി അതിന് അനുയോജ്യമായ അല്ല വിളിക്കാമെന്നുള്ള ഒരു മറുപടി എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ഞാൻ പല കല്യാണ വീട്ടിൽ നിന്നും പല സ്ഥലത്തുനിന്നും ഈ കാര്യത്തിന് വേണ്ടി മുജാഹിദിന്റെ ഒരു അനുഭാവിയായിക്കൊണ്ട് തന്നെ സംസാരിച്ച വ്യക്തിയാണ്. വീണ്ടും അങ്ങനെ ഒന്നും തുടർന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു മുജാഹിദ് പ്രവർത്തകനാകണം, ഹിദായത്തിലേക്കാകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആദ്യം പറഞ്ഞ വലാത്തദ്റൂഹും എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ വിശദീകരണം മുജാഹിദിന്റെ മൗലവിമാർ ഇവിടുന്ന് തന്നാല് വളരെ നല്ലതായിരുന്നു. ഈ അവസരത്തിൽ അതാണ് പറയാം. ചോദ്യം മുജാഹിദീങ്ങളോടാണ്, സ്റ്റേജിലേക്കല്ല.
അതായത് അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിമാര് സാധാരണ ഉദ്ധരിക്കാറുള്ള ഇൻതദുഉഹും ലാ യസ്മഉ ദുആഅക്കും എന്നതൊരു വലിയ പ്രമാണമാണെന്ന് വിശ്വസിച്ച ആളായിരുന്നു. അതുകൊണ്ട് അയാൾ മുജാഹിദിന് വേണ്ടി സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അത് സമർത്ഥിക്കാൻ ഇവിടെ കഴിയാത്ത രൂപത്തിൽ മുജാഹിദ് മൗലവി വിയർക്കുകയും വിറക്കുകയും ചെയ്യുന്ന രംഗം കണ്ടിട്ട് അതിന് വല്ലതും പറയാനുണ്ടെങ്കിൽ അവർ പറയട്ടെ, ഇല്ലെങ്കിൽ ആ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്ര നാൾ ശബ്ദിച്ചതിൽ നിന്നും പ്രവർത്തിച്ചതിൽ നിന്നും അനുഭാവിയായതിൽ നിന്നും അയാൾ മാറാനുള്ള അദ്ദേഹത്തിന്റെ ആ ആവേശം ഇവിടെ പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോ ഈ വയബുദൂന ഈ ആയത്തിൽ നിന്ന് അവർ സ്വന്തമായി കഴിവുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. അള്ളാഹ് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ റാസി അങ്ങനെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പറയുന്നത് അതിനെ പറ്റിട്ട്? വെറുതെ ചിരിച്ചത് കൊണ്ടായില്ല. അല്ല, മറുപടി ഞങ്ങള് ചിരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ ചിരിക്കണത്. നിങ്ങൾക്കത് മനസ്സിലാകാത്തത് കൊണ്ട്. ചിരിച്ചത് കൊണ്ടായില്ല എന്ന് പറഞ്ഞത് റാസി അങ്ങനെ പറഞ്ഞു. റാസി എന്നാണ്, റാസി എന്ന് പറയാൻ പാടില്ല. ഏതോ ആവട്ടെ, ഹാവുലായി ശുഭാവുന എന്ന് പറഞ്ഞു. അതിന്റെ മഴനെ ഇവിടെ പറഞ്ഞത് ഈ ശുപാർശ എന്ന് പറഞ്ഞ മിൻ ഗൈരി ഹാജത്തിൻ ഇലാ ഇതിനില്ലാതെ അള്ളാഹുവിന്റെ സമ്മതത്തിലേക്ക്. റാസി ഇതും റാസി തന്നെയാണ്. നിങ്ങൾക്ക് അറബി തിരിയെങ്കിൽ നോക്കാം. കണ്ടോ, ഇമാം റാസി വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ്, ഇന്നഹാ തശ്ഫഉ ലനാ ഇൻദല്ലാഹി മിൻ ഗൈരി ഹാജത്തിൻ ഫീഹി ഇലാ ഇതിനില്ലാഹ്. ഒരാളെ ഒത്താശ ഇല്ലാതെ തന്നെ ഞങ്ങളെ കൈകാര്യം ചെയ്യും. അതാ ഇവിടെ വിശ്വാസം. നിങ്ങളാ ഓതിയ ആയത്തും അറിയണ റാസിയാണ് ഈ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഇത് തിരിയണ മുജാഹിദിന്റെ ഏറ്റവും വലിയ ഖുർആൻ പരിഭാഷകൻ അമാനി മൗലവിന്റെ ഉദ്ധരണിയാണ് നേരത്തെ വായിച്ചത്. ഏത് ഇങ്ങനെ മറ്റൊരാളെ കീഴിലല്ല, പിന്നെന്താണ് വിട്ടുകൊടുത്തിട്ടുണ്ട്, ഓരോരുത്തർക്ക് ഓരോന്ന് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്ന് ഞങ്ങൾ മാത്രമല്ല മുജാഹിദിന്റെ അമാനി മൗലവി പറഞ്ഞത് അവിടെ ഉദ്ധരിച്ചത്. അതിനെ കുറിച്ചൊന്നും പറഞ്ഞത് റാസി അവിടെ, മറ്റത് ഇവിടെ. റാസി മുഴുവൻ കണ്ടവരാണ് ഞങ്ങൾ. ഈ മുജാഹിദിന്റെ അമാനി മൗലവി അതൊക്കെ ഞങ്ങൾ ഈ വായിക്കണേ. വെറുതെ പിന്നെ നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കട്ട് മുറിച്ച് അവിടെ ദുർവ്യാഖ്യാനിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നേരത്തെ മുജാഹിദ് പ്രവർത്തകനായ ഒരു സഹോദരനാണ് ഇവിടെ ചോദിച്ചത്. നേരത്തെ ചോദിച്ചത് ഇൻതദുഉഹുമിനെ കുറിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ തിരിഞ്ഞു എന്ന് അയാൾ പറഞ്ഞു. അതിന് തന്നെയാണ് സാധാരണക്കാർക്കൊന്ന് തിരിയട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ അത്രയും സമത് വിശദീകരിച്ചത്. അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഔലായി ശുഭാവുമാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റാസി അങ്ങനെയാണ് പറഞ്ഞത്. തഫ്സീർ റാസിയാണ്. അതിലെ മിൻ ഗൈരി ഹാജത്തിൻ ഇലൈഹി ഫീഹി ഇലാ ഇതിനില്ലാതെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റാസി എന്ത് പറഞ്ഞു? വ്യാഖ്യാനത്തിൽ തന്നെ നമ്മുടെ ചർച്ച ഈ ആയത്താണ്. ഈ ആയത്തിനെ കുറിച്ച് തന്നെയാണ്, ഈ ശഫാഴത്തിനെ കുറിച്ച് തന്നെയാണ് റാസി ഇമാം ഇവിടെയും പറയുന്നത്. ഈ ശഫാഴത്തിനെ കുറിച്ച് തന്നെയാണ്. അല്ല, ഇത് മുഅ്മിനീങ്ങളുടെ ശഫാഴത്തിനെ കുറിച്ചല്ല, മുശ്രിക്കുകളുടെ ശഫാഴത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. റാസി മുജാഹിദുകളെ പോലെ വൈരുദ്ധ്യം പറയുന്ന ആളല്ല. റാസി ഇമാമ് മുജാഹിദുകളെ പേരിൽ ഒരു കൊല്ലം കഴിയുമ്പോ മാറ്റി പറയാ, അത് പറയുന്ന ആളല്ലല്ലോ റാസി ഇമാമ്. ഇതൊക്കെ കണ്ടിട്ട് പറയാ റാസി ഇമാം. അപ്പൊ റാസി ഇമാം ആ പറഞ്ഞതിന്റെയും ഈ പറഞ്ഞതിന്റെയും ഒക്കെ അർത്ഥം ഒന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിലേക്ക് ആവശ്യമില്ലാതെ തന്നെ, അള്ളാഹുവിലേക്ക് ഒത്താശ ഇല്ലാതെ തന്നെ ഈ കാര്യങ്ങൾ അള്ളാഹു ശുപാർശ വിഗ്രഹങ്ങൾ ശുപാർശ ചെയ്യുമെന്ന് മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. ഒന്ന്. ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഞാൻ പറഞ്ഞല്ലോ 3 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാമ, ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞല്ലോ കമാ കാനത്തിൽ ജാഹിലിയ്യത്തു തൽതഖിദുഹു ഫിൽ ഔസാൻ. ബിംബങ്ങളെ കുറിച്ച് മക്കയിലെ മുശ്രിക്കുകൾ സ്വന്തമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിവുള്ളവരാണെന്ന് വിശ്വസിച്ചിരുന്നു എന്ന് പറയുന്നത് സമസ്തന്റെ ആളല്ലല്ലോ. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഹാഫിദ് ദുനിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയാണ്. അപ്പൊ ഇവർക്കൊന്നും ഖുർആനും സുന്നത്തും തിരിയാതെ നിങ്ങൾ മാത്രം ഔലായി ശുഫാഉന എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് ആഫീസിലുള്ള 4 ആൾക്കേ ഖുർആൻ തിരിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരോട് പറയാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ. അത് ഇവർക്ക് ആർക്കും ഖുർആൻ തിരിഞ്ഞതായിരിക്കാം. അത് മുജാഹിദ് ആഫീസിലെ 4 ആൾ. അത് മനുഷ്യരോട് പറയാൻ പറ്റും? വല്ലാത്തൊരു കടന്ന കയ്യല്ലത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഖുർആനിക സൂക്തങ്ങളെ ദുർവ്യാഖ്യാനിക്കരുത്. പണ്ഡിതന്മാരെങ്ങനെ പറഞ്ഞോ പോകട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമാനി മൗലവി, അതിലും വലിയ ആള് പിന്നെ മുജാഹിദിനില്ലല്ലോ, അയാള് പറഞ്ഞതെങ്കിൽ ഒന്ന് കേൾക്കണ്ടേ. അയാളിപ്പോ മുജാഹിദിനെ പള്ളിയിൽ വലിയ വിവരസ്ഥരാണ് മുജാഹിദ്
വിശ്വാസികളെ സമ്മതിക്കും. അയാൾക്ക് ഉള്ള ഈ മുജാഹിദ് മൗലവിമാർക്ക് വിവരം നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ. അയാൾ പറയുന്നു അല്ലല്ല അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നാണ് മക്കയിലെ മുസ്ലിങ്ങളെ വിശ്വാസം. ഈ കുട്ടി മുജാഹിദുകൾ പറഞ്ഞു അല്ലല്ല അങ്ങനെയല്ല, അയാൾ പറഞ്ഞു ശരിയല്ല, ഖുർആൻ അങ്ങനെയാണ്. ഇത് ഈ ഖുർആൻ ബർക്കാർക്ക് തിരിഞ്ഞില്ലേ? അപ്പൊ അതൊക്കെ ദുർവ്യാഖ്യാനിക്കണ്ട. ഇമാമുകൾ ഖുർആൻ പണ്ഡിതർ എന്ത് പറഞ്ഞു അത് പറഞ്ഞാൽ മതി. റാസി പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. മക്കാ മുശ്രിക്കുകൾ അവരെ അമ്പിയാക്കളുടെയും നേതാക്കന്മാരുടെയും രൂപത്തിലാണ് അവർ ബിംബങ്ങളാക്കി വെച്ചത്. എന്നിട്ട് അവർ ആരാധന ചെയ്യുന്നതോടൊപ്പം അവർ വിശ്വസിച്ചിരുന്നത് ഈ ആരാധന കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് എന്ന് മാത്രം പറഞ്ഞ് റാസി നിർത്തിയിട്ടില്ല. എന്നിട്ട് റാസി പറഞ്ഞു ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ പടപ്പുകളെയും കാണാം, അവർ മഹാന്മാരുടെ ഖബറിനെ ആദരിക്കുന്നു. എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ? ഈ ആദരവ് കൊണ്ട് ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും എന്നത് ഈ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തിന് തുല്യമാണ് എന്നാണ് ഇമാം റാസി പറഞ്ഞത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. ആ ശുപാർശയെ കുറിച്ചാണ് ഞങ്ങൾ ഈ പറഞ്ഞത്. ഞങ്ങളല്ല, റാസി പറഞ്ഞത്. മിൻ ഗൈരി ഹാജത്തിൻ ഫീഹി ഇലാ ഇദ്നില്ലാ, അള്ളാഹുവിന്റെ ഇതിനും ആവശ്യവും ഇല്ലാതെ തന്നെ ശുപാർശ ചെയ്യുന്ന പോലെ വിശ്വാസം. എന്തെങ്ങൾ പകുതി കക്കള്? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാള്. പകുതികൾ വിഴുങ്ങാണോ? പകുതി മാത്രമല്ലേ പറയുന്നുള്ളൂ? അത് അബദ്ധമാണ് എന്നാ ഞങ്ങൾ പറഞ്ഞത്. മുഴുവൻ നിങ്ങൾ പഠിക്കൂ, മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കൂ, ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഇവരെ മറുപടിക്കാ ഖുർആൻ പറഞ്ഞത് മൻദല്ലദീ യശ്ഫഉ ഇല്ലാ ബിഇദ്നിഹി. ഖുർആൻ പറയാ ആരടത്? അള്ളാഹ് എന്റെ ആവശ്യം ഒത്താശയില്ലാതെ ഇടപെടുന്ന ആര് പറഞ്ഞു? മൻദല്ലദീ, ആരുള്ളത്? അള്ളാഹ് വെല്ലുവിളിക്കാവൂലെ. എന്നിട്ട് പകുതിയും മൂടി വെച്ചിട്ട് മുഴുവൻ നിങ്ങൾ വായിക്കൂല. റാസി 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 ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പറഞ്ഞത് ശരിയാവൂല. ഇമാം റാസിയാണ്, റാസി അല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റ് തിരുത്തുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുക എന്ന് കരുതരുത്. ഒന്ന്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു 17-ാം പതിനെടുത്ത റാസി, അതിന് നിങ്ങൾ പറഞ്ഞു എന്ത്? ഈ ഗുണത്തിൽ നിന്നുള്ള ആളുകൾക്ക് കുറെ ആളുകളെ വെച്ചു പിന്നെ ഖബറുകളെ ബഹുമാനിക്കുന്നു. ആ ബഹുമാനാദരവും മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നതിന്റെ അതേ രൂപത്തിലാണ്. ഇമാം റാസി ആ പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത പ്രവർത്തനത്തിന്റെ നെളീറായി, നെളീർ എന്ന് പറഞ്ഞാൽ തുല്യമായി ആരാധിച്ചിരുന്ന ചില ആളുകളുണ്ട്, അവരെ കുറിച്ചാണ് ആ പറഞ്ഞത്. അല്ലാതെ സുന്നികൾ ചെയ്യുന്ന മഹാത്മാക്കളുടെ ഖബറുകൾ ചെന്നുകൊണ്ട് മഹാത്മാക്കളുടെ ഖബറ്, അലിയുൽ കൂഫിയുടെ ഖബറ് അല്ലെങ്കിൽ മമ്പുറത്ത് പുത്തമ്പള്ളിയിൽ അവിടൊക്കെ ചെന്നുകൊണ്ട് മഹാത്മാക്കളുടെ ഖബറിനെ നമ്മൾ ആ ഖബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് തവസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചല്ല ഇതിൽ ഈ പറയുന്നത്. അത് ശരിയാണെന്ന് ഇമാം റാസി തന്നെ തന്റെ തഫ്സീറുൽ കബീറിന്റെ 4-ാമത്തെ വാല്യത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. വയദുല്ലു അലൈഹി അന്നന്നാസ കാനൂ യസൂറു ഖുബൂറ ശുഹദാഇ വയുഅള്ളിമൂനഹാ. മഹാത്മാക്കളുടെ ഖബറിനെ തഅലീം ചെയ്യുന്നത് അത് ഇസ്ലാമിക സംസ്കാരമാണ്, ഖുർആന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണെന്ന് റാസി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മഹാത്മാക്കളെ ഖബർ ബഹുമാനിക്കുന്നത് തെറ്റാണെന്ന് അല്ല റാസി പറഞ്ഞത്. നിങ്ങൾ പൗതിയെ കാണുള്ളൂ. ഇവിടെ റാസി എന്തിയാ പറഞ്ഞത്? അപ്പുറത്തെന്തിയാ പറഞ്ഞത്? അതുകൂടി നോക്കണ്ടേ. ഇവിടെ എന്തിയാ പറഞ്ഞത്? ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, അവിടെയും പറഞ്ഞു. രണ്ടും കൂടി കൂട്ടി വായിക്കണം. ഞങ്ങൾ അതൊക്കെ പഠിച്ചിട്ടാ. നിങ്ങൾ പകുതിയെ വായിക്കണുള്ളൂ. അവിടെ നിങ്ങളും ഞങ്ങളും തമ്മിൽ തെറ്റ്. നിങ്ങൾ പകുതി മൂടി വെക്കുകയാണ്, ഞങ്ങൾ മുഴുവൻ പറയാം. എന്താണ്? ഇമാം റാസി റഹിമഹുള്ള തന്നെ പറഞ്ഞു മഹാത്മാക്കളുടെ ഖബർ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബർ, ഞാൻ പറഞ്ഞല്ലോ അവരടിമകളാണെന്നും അവർ പ്രവാചകന്മാരാണെന്നും വലിയുകളാണെന്നുമുള്ള വിശ്വാസത്തോടെ അവരുടെ ഖബറിനെ സമീപിക്കുന്നതിനെ കുറിച്ചല്ല അതിൽ പറയുന്നത്. പിന്നെയോ മുശ്രിക്കുകൾ ചെയ്തിരുന്നു, വിഗ്രഹങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഈ വിഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ. അതിന്റെ നെളീറായി ചില സംഗതികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട്. അതിലാർക്കാ തർക്കമുള്ളത്? പലർക്കും ഉണ്ടല്ലോ. അത് ഇസ്ലാം ഒന്ന് പുറത്തു പോണതാണ്. അത് മുസ്ലിമീങ്ങൾ ചെയ്യുന്നതോ സുന്നികൾ ചെയ്യുന്ന ബഹുമാനാദരവാണെന്ന് ആര് പറഞ്ഞു? അതാ ഞങ്ങൾക്ക് ചോദ്യം. ഖബറിനെ ആദരിക്കുമ്പോഴേക്ക് ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്ന അങ്ങനെ ഒരു കിതാബിലുമില്ല, ഒരു നിയമത്തിലുമില്ല. ഈ ഒരു റാസിയും പറഞ്ഞിട്ടില്ല. ഇമാം റാസി പറഞ്ഞത് ശുഹദാക്കളുടെ മഹാത്മാക്കളുടെ ഖബറിനെ ആദരിക്കണം എന്നാണ്. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറിന്റെ 4-ാമത്തെ വാല്യത്തിൽ ഇബാറത്ത് ഞാൻ വായിക്കും, നിഷേധിക്കുകയാണെങ്കിൽ. ഖബറിനെ ആദരിക്കേണ്ട, നിന്ദിക്കണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇമാം റാസിയും പറഞ്ഞിട്ടില്ല. റാസി പറഞ്ഞത് ആദരിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ അവർ ശുപാർശ ചെയ്യും എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആദരിക്കാൻ പാടില്ല എന്ന് റാസി പറഞ്ഞിട്ടില്ല. കളവാണ്, പച്ച കള്ളാണ് നിങ്ങൾ പറഞ്ഞത്. ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തോടെ മഹാത്മാക്കളുടെ ഖബറിനെ ആരാധിക്കാൻ പാടില്ല എന്ന് ഇമാം റാസി എന്നല്ല ഒരൊറ്റ ആളും പറഞ്ഞിട്ടുണ്ട്. ഈ കളിക്കാം കച്ചക്കളവ് വീണ്ടും നിങ്ങൾ ആവർത്തിച്ചിരിക്കുകയാണ്.
അല ഇത്തിഖാദി ഇന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനു ശുഫാഉ ലഹും ഇൻദല്ലാഹ്. ഇതന്നെയാണ് അല്ലാഹു പറഞ്ഞത്, റാസി പറഞ്ഞത്. എന്താ ഇതിൽ പറഞ്ഞത്? ഈ കാലഘട്ടത്തിലും മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കുന്നതിന്, എന്തിന്റെ വിശ്വാസത്തില് ഇവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്ന് ആദരിക്കുന്നതിനെ ഇതിനോട് തുല്യപ്പെടുത്തിയിട്ട് റാസി പറയുന്നത്. നിങ്ങൾ അടപ്പുകൾ പകുതി മൂടുകയുള്ളൂ. നിങ്ങൾ അതിലുള്ളത് മുഴുവൻ വായിച്ചിട്ട് ചിലപ്പോൾ അർത്ഥം വെച്ചിട്ടില്ലല്ലോ. നിങ്ങളൊരു ആശയം വെക്കുക, എന്നിട്ട് നേരത്തെ ഉസ്താദിനെ അർത്ഥം വെപ്പിച്ചാൽ പഠിച്ചോളൂ. നിങ്ങളെ പണ്ട് പയ്യോളിന്ന് പഠിപ്പിച്ചതാണ്, നിങ്ങൾ മറന്നിക്കണ്. ഞാൻ മറന്നിട്ടില്ല. അന്ന് ഞാൻ ശരിക്കും പഠിപ്പിച്ചു വിട്ടതാണ്. ഇപ്പോഴും നിങ്ങളെ കടന്ന് തിരിയാണ് ഇതുമ്പോ കടന്നിട്ട് ഈ താളീമുൽ കുബൂർ പറഞ്ഞിട്ട് നിങ്ങൾ കബറുമ്പോ തിരിയേണ്ടി വരും. എനിക്കറിയാം. പയ്യോളി തന്നെ നമ്മളെ പറഞ്ഞത് തന്നെ പയ്യോളി തന്നെയാണ്. എനിക്ക് ഓർമ്മ ഉണ്ടത്. ഞാൻ മറന്നിട്ടില്ല. എനിക്ക് നല്ല ഓർമ്മ. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തി തരട്ടെ. അപ്പൊ ഞാൻ അതിന്റെ അർത്ഥം എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി പഠിപ്പിച്ചു തരാം. നന്ദി, ഞാൻ നന്നായി പഠിപ്പിച്ചതാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്. ആ ശ്രോതാക്കൾ ഉണ്ടെങ്കിൽ എന്നോട് തെറ്റിദ്ധരിക്കരുത്. വനദീറുഹു അർത്ഥം വെക്കാം. വനദീറുഹു അതിന് തുല്യമായത്. ഏതിന് തുല്യമായത്? ഏതിന് തുല്യമായത്? അതതിന്റെ മുമ്പ് പറഞ്ഞിട്ട് ഇമാം റാസി അന്നഹും മക്കയിലെ മുശ്രിക്കുകൾ വളഉ ഹാദിഹിൽ അസ്നാമ ഈ ബിംബങ്ങളെ അവർ വെച്ചു, വല്ലൗസാന വിഗ്രഹങ്ങളെയും, അലാ സുവരി അംബിയാഇഹിം വഅകാബിരിഹിം അംബിയാക്കളുടെയും അവരുടെ നേതാക്കളുടെയും രൂപത്തിലായിട്ട് വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും സ്ഥാപിച്ചു മക്കയിലെ മുശ്രിക്കുകൾ. എന്നിട്ട് ഇമാം റാസി പറയുകയാണ്, വസഅമു മക്കയിലെ മുശ്രിക്കുകൾ വാദിക്കുകയും ചെയ്തു, അന്നഹും അവര് മതസ്തഗലൂ ബിഇബാദത്തി ഹാദിഹി തമാസീലി ഈ ബിംബങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും ആരാധിക്കൽ കൊണ്ട് ജോലിയായാൽ, അതായത് ബിംബങ്ങൾക്കും ഈ വിഗ്രഹങ്ങൾക്കും ആരാധിച്ചാല് ഈ ബിംബങ്ങളും വിഗ്രഹങ്ങളും അവർക്ക് അള്ളാഹുവിന്റെ അരികിൽ ശുപാർശ ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു. ഇങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തു. ശരിക്കും മനസ്സിലാക്കണം. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തപ്പോ എന്താ? ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും രൂപത്തിൽ അവരെന്തു ചെയ്തു? കല്ലുകളെയും വിഗ്രഹങ്ങളെയും അല്ല പിന്നെ അമ്പിയാക്കളുടെയും നേതാക്കളുടെയും രൂപത്തിൽ കല്ലുകളെയും ബിംബങ്ങളെയും ഉണ്ടാക്കി. എന്നിട്ട് അവർ വിശ്വസിച്ചു ഈ കല്ലുകൾക്ക്, ഈ ബിംബങ്ങൾക്ക് ആരാധന നടത്തിയാൽ, നോക്കണേ, ഈ ബിംബങ്ങൾക്ക് കല്ലുകൾക്ക് ഇബാദത്ത് ചെയ്താൽ, അതിന് സുജൂദ് ചെയ്താല്, അതിനോട് ദ്വാരന്നാല്, അതിനോട് പ്രാർത്ഥിച്ചാല് അവകൾ നമുക്ക് ശുപാർശ ചെയ്യും എന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. ഇത് മക്കയിലെ മുശ്രിക്കുകളുടെ ഒരു വിഭാഗത്തിന്റെ പരിപാടിയാണ്. ഇത് റാസി ഇമാം പറയാണ്. ഇതിന് സമാനമാണ് എന്നാ ഇനി റാസി പറയുന്നത്. നോക്കണേ, ഇതിന് സമാനാണോ സുന്നികൾ മമ്പറത്തും അതുപോലെ പുത്തമ്പള്ളിയിലും പോയി അവിടുത്തെ മക്ബറയിൽ ഇത് വിഗ്രഹമാണെന്നോ ഇതിന് ഇബാദത്തിന് അർഹരാണെന്നോ? ഇതിന് ഇബാദത്ത് ചെയ്യുകയോ ചെയ്യുന്നേയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു അടിമയാണെന്നും വലിയാണെന്നും നബിയാണെന്നും മഹാത്മാവാണെന്നും വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നതും അവിടെ ചെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും ഒക്കെ. ഇതിന് ആരാധിക്കാൻ പറ്റുന്നോ? ഇതിന് ഇബാദത്ത് ചെയ്താൽ നടക്കുന്നോ? ഇത് ശഫാഅത്ത് ചെയ്തു നമ്മളാരും വിശ്വസിക്കുന്നേയില്ല. മമ്പറം തങ്ങൾക്കോ പുത്തമ്പള്ളിയിലുള്ള ആൾക്കോ ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് നമ്മളെ മേൽ ചാർത്ത ഇതെന്നെ റാസി പറഞ്ഞത് ശുദ്ധ കളവാണ്. സഹോദരന്മാരെ, റാസിമാൻ പറയട്ടെ, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് സമാനമാണ് നെളീർ എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായത്. അതന്നെ നല്ല തുല്യമായതാണ്. എന്താണ്? ഇഷ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി കുറെ ആളുകൾ ജോലിയായിട്ടുണ്ട് ബിതഅദീമി ഖുബൂരിൽ അകാബിരി അവരുടെ നേതാക്കളുടെ ഖബറിനെ തഅദീബ് ചെയ്യൽ കൊണ്ട് ജോലിയായിട്ടുണ്ട്. അലഇത്തിഖാദി അന്നഹും ഇദാ അള്ളമു ഖുബൂറഹും എന്താണ് അവരുടെ വിശ്വാസമെന്നോ? ആ ആളുകൾ അവരുടെ ഖബറുകളെ തഅദീബ് ചെയ്താൽ ഫഇന്നഹും യകൂനൂന ശുഫാഅ ലഹും ഇൻദല്ലാഹ് ആ വിഗ്രഹങ്ങൾ അല്ല, ആ ഖബറിലുള്ള ആളുകൾ അവർക്ക് ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഖബറുകളെ തഅദീബ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. ആ ആളുകളുടെ പ്രവർത്തനവും മക്ക മുശ്രിക്കുകളുടെ പ്രവർത്തനത്തിന്റെ സമാനമായതാണ്. മക്ക മുശ്രിക്കുകളുടെ പ്രവർത്തനം എന്താ? ആ മക്കയിലുള്ള ആ ബിംബത്തിന്, വിഗ്രഹത്തിന് ആരാധന നിർവഹിക്കുക, ഇബാദത്ത് സമർപ്പിക്കുക. ആ ഇബാദത്തിന്റെ സമാനതയാണ് ഇപ്പുറത്തുള്ളത് എന്ന് പറയണമെങ്കിൽ ഇപ്പുറത്തും ഇബാദത്ത് വേണം, ഇപ്പുറത്തും
ഇപ്പുറത്തും ആരാധന വേണം, അപ്പോഴല്ലേ അതിന് സമാനമാവുള്ളൂ. അതാ പ്രശ്നം. നെളീർ എന്ന് പറഞ്ഞാൽ അതാണ്, അത് മനസ്സിലാക്കണം. ആ നെളീർ എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള ആ ഇബാദത്തിന്റെ സമാനമായ പ്രവർത്തനമാണ് ഇപ്പുറത്ത് നടത്തുന്നത്. പക്ഷെ രൂപത്തിൽ വ്യത്യാസമുണ്ട്. എന്നാ പിന്നെ അതന്നല്ലത്, ഇതെങ്ങനെ നെളീറാകാന്ന് ചോദിക്കണ്ട, വ്യത്യാസമുണ്ട്. അവർ ചെയ്യുന്നത് എന്താണ്? വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ആരാധിക്കുന്നത്. ഇവിടെയോ ചില സൃഷ്ടികൾ എന്ന് പറയുന്നതോ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാതെയുമാണ്. അതുകൊണ്ട് അത് നെളീർ എന്ന് പറഞ്ഞത്. അതിന്റെ നെളീറാവണമെങ്കിൽ അവിടെ നടക്കുന്നത് ഇബാദത്താണ്, അവർക്കുള്ള ആരാധനയാണ്. അതാവണം പുറത്തും, അപ്പോഴേ നെളീറാവുള്ളൂ. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നത് അങ്ങനെ ആരാധനയാണ്. സുന്നികൾ മമ്പറത്ത് പോയിട്ട് മമ്പറത്ത് തങ്ങൾ ആരാധിക്കുന്നുണ്ടോ? പറയട്ടെ സുന്നികൾ. നിങ്ങൾ സുന്നികളെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ചെയ്യുന്നവർ സുന്നികളാണ്, ഞങ്ങളാണ് പറയേണ്ടത്. മമ്പറത്ത് പോയിട്ട് മമ്പറം തങ്ങള്, പുത്തമ്പള്ളി പോയിട്ട് പുത്തമ്പള്ളി ശൈഖ്, അവർ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ ചെയ്യണത്? ഇത് നെളീറാകുക. പിന്നെ കല്ലുടെ കയ്യുട്ടിമാര് ഇങ്ങനല്ലേ ആവുള്ളൂ. ഇങ്ങനെ ആവുമ്പോഴല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പോകുമ്പോ ശരിയാവൂല, അപ്പൊ നെളീറാവൂല. നിങ്ങൾ ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. അത് മുജാഹിദ് മൗലവിമാരുടെ സ്ഥിരം പറ്റിക്കലിൽ നിങ്ങളും പൊട്ടുപോയിട്ടുണ്ട്. അപ്പൊ അത് നെളീറല്ല. ഏത് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നതിന് നെളീറാവണമെങ്കിൽ ആരാധനയാകുന്ന തഅ്ളീം ചെയ്യണം. ഞങ്ങൾ ആർക്കും ആരാധന ചെയ്യുന്നില്ല, അതുകൊണ്ട് നെളീറല്ല. ഞങ്ങൾ ചെയ്യുന്നത് എന്താ? മഹാത്മാക്കളുടെ ഖബറിനെ ബഹുമാനിക്കുന്നു. അമ്പിയാക്കളാവട്ടെ ഔലിയാക്കളാവട്ടെ, ഒരു മുസ്ലിമിന്റെ ഖബറാണെങ്കിൽ വരെ ബഹുമാനിക്കണമെന്നല്ലേ ശരീഅത്ത് പഠിപ്പിക്കുന്നത്. ഇമാം റാസി തന്നെ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. വയദുല്ലുലഹു, അതിന് തെളിവാണ് അന്നന്നാസ യസൂറൂന ഖുബൂറ ശുഹദാഇ വയുഅള്ളിമൂനഹാ. ശുഹദാഇന്റെ ഖബറിനെ സിയാറത്ത് ചെയ്യുന്നു, വയുഅള്ളിമൂനഹാ, ആ ഖബറിനെ ആദരിക്കുകയും ചെയ്യുന്നു. കണ്ടോ? ആദരിക്കുന്നു. ആദരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ അവിടെ പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നതിന്റെ സമാനതയുള്ള പ്രവർത്തനമാണ് ഈ പറയുന്നത്. അതെന്താ? മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നതിന് സമാനമായി ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഖബറിനെ ബഹുമാനിക്കും. ഏത് ബഹുമാനം? ഇബാദത്തായ ബഹുമാനം. ആ ബഹുമാനിക്കുമ്പോൾ അവരുടെ വിചാരം എന്താണ്? അതിലുള്ള ആളുകൾ ഞങ്ങൾക്ക് ഞങ്ങളെ നേതാക്കന്മാര് ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് മഹാത്മാക്കൾ ശഫാഅത്ത് ചെയ്യുമെന്ന് വിശ്വസിച്ച് അവരോട് സഹായം ചോദിച്ചാൽ അത് ഇതിന്റെ നെളീറാണ് എന്ന് ആര് പറഞ്ഞു? അതല്ലേ പറയണ്ടേ? നിങ്ങളെ പോക്കറ്റ് എടുത്തിട്ട് കാര്യമല്ലോ. ആര് പറഞ്ഞു? മഹാത്മാക്കൾക്ക് ശുപാർശ തേടിക്കൊണ്ട് അവരോട് സഹായം ചോദിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നും അത് ബഹുദൈവാരാധനയാണെന്നും അത് ശിർക്കാണെന്നും ആര് പറഞ്ഞു? മക്കയിലെ മുശ്രിക്കുകൾക്ക് കുഴപ്പം എന്താണെന്നറിയോ? റാസി തന്നെ പറഞ്ഞത് കാണാ, അവർക്ക് ശുപാർശ ചെയ്യാൻ കഴിവില്ലാത്ത അസ്നാം അന്താദ് ഔസാനിൽ നിന്ന് അവർ ശഫാഅത്ത് തേടി എന്നതാണ് അവരുടെ കുറ്റം. റാസി പറയുന്നുണ്ട്. അല്ലാതെ ശഫാഅത്ത് ഇല്ലാത്തത് കൊണ്ടല്ല. ഇമാം റാസി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ സാധുവല്ലേ. നിങ്ങൾ ആരോ മുജാഹിദ് മൗലവിമാർ പറ്റിച്ചിരിക്കുന്നു, നിങ്ങൾ അബദ്ധത്തിൽ പെട്ടിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കണമേ എന്നേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. അല്ല, ഇപ്പൊ ഞാൻ അർത്ഥം വെച്ചതും അർത്ഥം വെച്ചതും ഒന്ന് തന്നെയാണ് സഹോദരൻ. ഇത് മാത്രമല്ലല്ലോ, നമുക്ക് വിഷയങ്ങൾ ധാരാളം വിഷയങ്ങളുണ്ട്. അപ്പൊ ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഒരു കാര്യം കൂടി ഉണർത്തി ആ ഭാഗം നിർത്തി അടുത്ത വിഷയങ്ങളിലേക്ക് കടക്കലായിരിക്കും നല്ലത്. ഇപ്പൊ ഒന്ന് ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോ മഹാത്മാക്കളായ നമ്മുടെ പൂർവികർ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് സാധാരണക്കാർക്ക് കേൾക്കുമ്പോ ഏറ്റവും വലിയ തെളിവ് അതാണ്. നമ്മൾ ഒരാൾ ഒരു ആയത്തോരി അങ്ങനെ പറയും, വേറെ ആളെടുത്ത് ഇങ്ങനെ പറയും. എന്നാൽ പൂർവികരായ ആളുകൾ അങ്ങനെ ഖബറിന്റെ അടുത്ത് ബർക്കത്തിന് വേണ്ടി പോയിട്ടുണ്ടോ? അവർ ചെന്ന് ഇസ്തിഹാസ നടത്തിയിട്ടുണ്ടോ? ഇത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ രേഖ. ഷാഫി ഇമാമിന് ഖുർആൻ മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണെന്നുള്ളതിൽ ലോകത്തൊരാൾക്കും തർക്കമില്ലല്ലോ. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മഹാത്മാക്കളെ മഖബറയിലേക്ക് പോയി അവിടുന്ന് ബർക്കത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് സിയാറത്ത് ചെയ്യുകയും തവസ്സുലാക്കുകയൊക്കെ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഷാഫി ഇമാം പറയാണ്, ഇന്നീല തബറക്കു ബി അബി ഹനീഫത്ത, ഞാൻ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൊണ്ട് ബർക്കത്ത് കൊടുക്കും. അബൂ ഹനീഫ തങ്ങൾ ആരാ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ്, ഒന്നാമത്തെ മദ്ഹബിന്റെ പണ്ഡിതൻ. വ അജീഉ ഇലാ ഖബരിഹി, എന്നിട്ട് ബർക്കത്ത് തേടി ഞാൻ ബഹുമാനപ്പെട്ടവരെ ഖബറുകളിൽ പോകും. ഫീ കുല്ലി യൗമിൻ യാനി സായിറ, അന്ന് മഹാന്റെ ചാരത്ത് താമസിക്കുന്ന ദിവസം എല്ലാ ദിവസവും സിയാറത്തിന് വേണ്ടി പോകും. ഫഇദാ അറളത്തു ഹാജത്തു, എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ സ്വല്ലൈതു റക്അത്തൈനി, ഞാൻ 2 റക്അത്ത് ആദ്യം നിസ്കരിക്കും. വജിഅതു ഇലാ ഖബരിഹി, ഇമാം അബൂ ഹനീഫ തങ്ങളെ ഖബറുകളിൽ പോകും. വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു, ആ ഖബറിന്റെ സമീപത്ത് വെച്ച് ഞാൻ അല്ലാഹുവിനോട് എന്റെ ആവശ്യം ചോദിച്ചാൽ
ഒട്ടും താമസിക്കാതെ എന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടും. അപ്പൊ മഹാത്മാക്കളെ ബർക്കത്ത് മുൻനിർത്തി ദുആ ചെയ്യുക ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചെയ്ത പരിപാടിയാണ്. ഇമാം ഖത്തീബുൽ ബഗ്ദാദി താരിഖ് ബഗ്ദാദിന്റെ 1-ാം വാല്യം 123-ാമത്തെ പേജിൽ എഴുതുന്നു. ഇനി മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സ്വഹാബാക്കൾ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ചു. ആ മഹാനവറുകൾ എന്താ പറയുന്നത്? റസൂലുള്ളാഹിനെ വിളിക്കുക, വഫാത്തായ നബി തങ്ങളെ, യാ സയ്യിദ സാദാത്തി ജിഅ്തുക ഖാസിദ, നേതാക്കളുടെ നേതാവായ നബിയെ ഞാനിതാ അങ്ങേ കരുതി വന്നിരിക്കുന്നു. അർജു റിളാക വഅഹ്തമി ബിഹിമാക, അങ്ങയുടെ പൊരുത്തം ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ സംരക്ഷണം ഞാൻ തേടുന്നു. ആരാ പറയുന്നത്? മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ശിർക്ക് തിരിഞ്ഞില്ലേ, തൗഹീദ് തിരിഞ്ഞില്ലേ, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടിയാൽ അതും മുശ്രിക്കായി പോകുന്ന പരിപാടിയാണെങ്കിൽ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മുജാഹിദുകൾ സർവ്വ പുസ്തകത്തിലും റഹിമഹുല്ലാഹ് എന്ന് എഴുതാറില്ലേ, പറയാറില്ലേ? മഹാനവറുകൾ ഇത് പറയുന്നു. തന്റെ ഖസീദത്തുൻ നുഅ്മാനിയിൽ കാണാം. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി ഖൈറാത്തുൽ ലിസാനിൽ അത് ഉദ്ധരിച്ചെന്ന് കാണാം. അതുപോലെ തന്നെ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു, 2-ാം ഷാഫി എന്ന് മുജാഹിദുകളെ നിരവധി പുസ്തകത്തിൽ എഴുതിയാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ഖബറിനടുക്കൽ ചെല്ലുമ്പോൾ എന്താ ചെയ്യേണ്ടത് വിശദീകരിക്കുന്നു. സുമ്മ യർജു ഇലാ മൗഖിഫിൽ അവ്വൽ ഖുബാല വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലാം പറഞ്ഞ് പിന്നെ 2 സ്വഹാബാക്കൾക്ക് സലാം പറഞ്ഞ് പിന്നെ നേരെ വന്ന് നബിതങ്ങൾക്ക് മുഖാമുഖമായി നിൽക്കണം. അവിടെ വഹാബികൾ നിൽക്കുന്നത് പോലെ റസൂലുള്ളാഹിക്ക് മുന്നിട്ട് നിൽക്കാൻ പാടില്ല, ഖിബിലന്റെ നേരെ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. അതല്ല ശരി. കാരണം ഖിബിലയേക്കാൾ ബഹുമാനമുള്ളത് അഷ്റഫുൽ ഖൽഖ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. സാധാരണ ദുആ ചെയ്യുമ്പോൾ ഖിബലക്ക് മുന്നിൽ സുന്നത്തുണ്ട്. എന്നാൽ നബിതങ്ങളുടെ മുമ്പിലാകുമ്പോൾ റസൂലുള്ളാഹിക്ക് നേരെ തന്റെ പിൻഭാഗം തിരിച്ചുവെക്കൽ അപമര്യാദയാണ്. അതുകൊണ്ട് നബിയുടെ മുഖാമുഖമാണ് നിൽക്കേണ്ടത്. എന്നിട്ട് വയതവസ്സലു ഫി ഹഖി നഫ്സിഹി, തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ നബിയെ തവസ്സുലാക്കണം. വയസ്തസ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശുപാർശ തേടുകയും വേണം. ലോകപ്രസിദ്ധമായ തന്റെ ഗ്രന്ഥം ശറഹുൽ മുഹദ്ദബ് 8-ാം വാല്യം 284-ാമത്തെ പേജ് ഇത് രേഖപ്പെടുത്തി ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇനി നോക്ക് നിങ്ങൾ, മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, വഹാബികൾ അവരുടെ പുസ്തകത്തിൽ ഞങ്ങളാണെന്ന് പറയാൻ ശ്രമം നടത്തിയ മഹാനവറുകൾ ബഹുമാനപ്പെട്ടവരെ ഒരാൾ ഖബർ സിയാറത്തിന് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ ഇന്നക ഖദ് ഖുൽത വ ഖൗലുകൽ ഹഖ്, റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ അടുത്ത് എന്നാൽ പറയണം, പടച്ചവനെ നീ പറഞ്ഞല്ലോ, നിന്റെ വാക്ക് സത്യമായിരിക്കില്ലേ? എന്താണത്? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവർ വല്ല തെറ്റും ചെയ്താൽ അങ്ങയുടെ സമീപത്ത് വരുന്നു, എന്നിട്ട് അള്ളാഹുവോട് അവർ മാപ്പിരക്കുകയും അവർക്ക് വേണ്ടി അങ്ങ് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അവർ അള്ളാഹുവിനെ പാശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാവാരിധിയുമായി എത്തിക്കുമെന്ന് പടച്ചവനെ നീ പറഞ്ഞല്ലോ, അത് സത്യമാണല്ലോ. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നാ ഖദ് സമിഅനാ ഖൗലക, പടച്ചവനെ നിന്റെ വാക്ക് ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു. വഅതഅനാ അംറക, നിന്റെ കൽപ്പനക്ക് ഞങ്ങൾ വഴങ്ങുകയാണ്. ഇത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും ബാധ കാണുന്ന വഖസദ്നാ നബിയ്യക, അങ്ങയുടെ പ്രവാചകനെ കരുതിയതാ ഞങ്ങൾ വന്നിരിക്കുന്നു. മുസ്തശ്ഫിഈന ബിഹി ഇലൈക, ആ നബിയോട് നിന്നിലേക്ക് ശുപാർശ തേടിക്കൊണ്ട് ഫീ ദുനൂബിനാ, ഞങ്ങളുടെ പാപത്തിന്റെ കാര്യത്തിൽ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ ആ സിയാറത്ത് വിവരിക്കുന്നിടത്ത് വിശദീകരിച്ചത് കാണാം. ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി, അങ്ങയെ കൊണ്ട് ഞാനിതാ എന്റെ റബ്ബിലേക്ക് മുന്നിടുന്നു. ലിയഗ്ഫിറ ലീ ദുനൂബി, അല്ലാഹു എന്റെ പാപം പൊറുക്കാൻ അങ്ങയെ കൊണ്ട് ഞാൻ റബ്ബിലേക്ക് മുന്നിടുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖിഹി, പടച്ചവനെ ഈ പ്രവാചകന്റെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അൻ തഗ്ഫിറ ലീ വതർഹമനി, എനിക്ക് നീ പുറത്തു തരണം, എന്നോട് കരുണ കാണിക്കണം. ഉന്നത്തു ത്വാലിബീനിൽ സിയാറത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ മഹാത്മാക്കളൊക്കെ ചെയ്തൊരു പരിപാടി ലോകത്ത് 1400 വർഷങ്ങളായി ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും ആചരിച്ചു വരുന്ന ഒരു പരിപാടി. അള്ളാഹു മഹാത്മാക്കൾ കൊടുക്കുന്ന അമ്പിയാക്കൾ കൊടുക്കുന്ന മോചിയത്ത്, ഔലിയാക്കൾക്ക് നൽകുന്ന കറാമത്ത്, അത് മുൻനിർത്തി നമുക്ക് സഹായം കിട്ടുമെന്ന വിശ്വാസത്തോടെ അവരെ സമീപിക്കുന്നതും ആ സ്നേഹത്തിന്റെ പേരിൽ അവരെ വിളിക്കുന്നതും അവരെ ഖബർ സിയാറത്ത് ചെയ്യുന്നതും ബഹുദൈവ ആരാധനയായി ചിത്രീകരിച്ച് മുസ്ലിങ്ങളെ മുശ്രിക്കാക്കിയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടോ മറ്റേത് പ്രയോഗം പറഞ്ഞ് കബളിപ്പിച്ചതുകൊണ്ടോ കാര്യമില്ല. ആ വിഷയം ഇനി ഇവിടെ മതിയാക്കുകയാണ്. അടുത്ത വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ ചോദ്യകർത്താക്കൾ കടന്നു വരാകുന്നതാണ്. അസ്സലാമു അലൈക്കും.
ഇവിടെ കുറെ മണിക്കൂറുകളായി ഞാനിവിടെ ഇരുന്നിട്ട് ഇത്രയും സമയം ഇവിടെ കേൾക്കാൻ കഴിഞ്ഞത് അള്ളാഹു അല്ലാത്തവരോട് തേടുന്നത്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. എന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ചർച്ച ഇവിടെ കേട്ടില്ല. വളരെ ഖേദകരമാണ്. അതുകൊണ്ട് എനിക്ക് ചോദിക്കുവാനുള്ളത്, അള്ളാഹു അല്ലാത്തവരോടുള്ള ഈ തേട്ടം അത് നിർബന്ധമാണോ ഒരു സുന്നിക്ക്? അതല്ല. അത് സുന്നത്താണോ? അതല്ല. അത് ജായിസാണോ? എന്താണ് അതിന്റെ വിധി? അതൊന്ന് അറിഞ്ഞിട്ട് എനിക്ക് ബഹുമാനപ്പെട്ട എളമരം ഉസ്താദ് പറഞ്ഞതുപോലെ ഇസ്തിഹാസ സംബന്ധമായിട്ട് അല്ലാത്ത ചോദ്യങ്ങളായിരുന്നു ചോദിക്കാനുള്ളത്. പക്ഷെ ഇവിടെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ചോദ്യം ഞാൻ മണിക്കൂറുകളായി നിങ്ങൾ ഇവിടെ വന്നിട്ട് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയെ കുറിച്ചാണ് ഇവിടെ ഇതുവരെയും പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രാർത്ഥനയെ കുറിച്ച് ഇവിടെ ആരും പറയുന്നില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് ചോദിക്കുന്നത് തന്നെയാണ്, അല്ല അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന നിർബന്ധമാണോ സുന്നത്താണോ? നോക്ക് നിങ്ങൾ. പിന്നെ എങ്ങനെ ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുള്ള ചർച്ചയല്ലേ വരുള്ളൂ? ചോദ്യത്തിനനുസരിച്ചല്ലേ മറുപടി പറയാ. നിങ്ങൾ ചോദിച്ചതിനുള്ള അബദ്ധം മനസ്സിലാക്കി തരാണ്. ഇവിടെ ഞാൻ ഒരുപാട് സമയമായി വന്നിട്ട് അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുള്ള ചോദ്യവും അതിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് നിങ്ങൾ ഇവരും പറഞ്ഞത്. ശരി, അള്ളാഹുവിനോട് ചോദിക്കുന്നതിനെ കുറിച്ച് വരെ പറഞ്ഞില്ല. അള്ളാഹിനെ പറ്റിയായിരിക്കും മൂപ്പർ ചർച്ച ചെയ്ത് കാത്തിരുന്ന് നോക്കുമ്പോ പിന്നെ മൂപ്പർക്കും പറയാനുള്ളത് തന്നെ. അല്ല അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നതിനെ അതിപ്പോ നിർബന്ധമാണോ സുന്നത്താണോ? നോക്ക് നിങ്ങൾ. ഇങ്ങനെ തന്നെ ചോദ്യത്തിനനുസരിച്ചാണ് ഞങ്ങൾ മറുപടി. അല്ലാതെ ഞങ്ങൾ പഠിച്ചത് പാടുക എന്നുള്ളത് മുജാഹിദ് ചെയ്യുന്ന പോലെ ഞങ്ങൾ ചെയ്യാറില്ല. ചോദ്യം എന്ത് വരുന്നു അതിന് മറുപടി പറയും. അപ്പൊ ചോദിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു, ഇനി ഞങ്ങളെ ചർച്ച എന്താണ്? അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുള്ള പ്രാർത്ഥനയെ കുറിച്ചാണ് ചോദ്യത്തെ സഹായം ചോദിക്കാനും ചോദിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ ശങ്കിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനെ പോകണം, ചോദ്യവും ഉത്തരവും വേറെ വഴിക്ക് പോകണം. അത് പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് വീണ്ടും അതന്നെ പറയുന്നു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് ഞങ്ങൾക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ അത് നിർബന്ധമാണോ സുന്നത്താണോ അനുവദനീയമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വ്യത്യസ്ത ഘട്ടത്തിൽ വ്യത്യസ്ത രൂപത്തിൽ വരും. അതാണ് അതിന്റെ മസല. എല്ലാ സന്ദർഭത്തിലും ഒരുപോലെയാവൂല. ചില ഘട്ടത്തിൽ അത് നിർബന്ധമാവും, ചില ഘട്ടത്തിൽ അത് സുന്നത്താകും. ഇങ്ങനെയാണ് അതിന്റെ മസല. പക്ഷെ എങ്ങനെയായാലും ഇത് ചെയ്യുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനാണ്, മുശ്രിക്കാണ്, കാഫിറാണ്, അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കാണ് എന്ന വാദമാണ് നമ്മുടെ മുമ്പിലുള്ള ക്രമപ്രശ്നം. അത് ചെയ്യുന്നത് നിർബന്ധോ സുന്നത്തോ വാജിബോ അതല്ല നമ്മുടെ ചർച്ച. ഇങ്ങനെ ഒരാൾ ചെയ്തു പോയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ, മുശ്രിക്കാകുമോ, കാഫിറാകുമോ? ഇതാ ചർച്ച. എന്റെ ഒരു ചർച്ചയാണ് ഉസ്താദിനോട് ചോദിച്ചത്. അതായത് എനിക്കറിയേണ്ടത്, ഞാൻ ഇസ്തിഹാസ ചെയ്യാതെ മരിച്ചു പോയാൽ ഞാൻ അള്ളാഹുവിന്റെ അടുത്ത് കുറ്റക്കാരനാണോ? അതല്ല, ഞാൻ ചെയ്ത വകലേക്ക് പ്രതിഫലമാണോ? അതുകൊണ്ട് അതെന്താണ് അതിന്റെ മസല? അതാണ് എനിക്ക് ഉസ്താദ് പറഞ്ഞത്. അതെ, അതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇസ്തിഹാസ പല രൂപത്തിലുമുണ്ട്. നിസ്കാരത്തിൽ ചില ഇസ്തിഹാസകളുണ്ട്, അത് നിർബന്ധമാണ്. അത്തഹിയ്യാത്തിൽ നമുക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞ് വിളിക്കൽ നിർബന്ധമാണ്. അതൊരാൾ ചെയ്യാതെ മരിച്ചുപോയാൽ കുറ്റം തന്നെയാണ്, സംശയമില്ല. അതുപോലെ ഹജ്ജിന് ചെന്നാൽ നേരത്തെ പറഞ്ഞു, ഇമാം നവവിയുടെ ഇബാറത്ത് വായിച്ചു, സുന്നത്താണ്. റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ റസൂലുള്ളാഹിന്റെ മുഖത്തോട് ഇങ്ങനെ ചാഞ്ഞ് അടുത്ത് നിന്നുകൊണ്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് നബി തങ്ങളോട് പറയണം, നബിയെ മുസ്തശ്ഫിഅൻ ബിക യാ റസൂലല്ലാഹ്, തങ്ങളോട് ശുപാർശ തേടിക്കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നബിയെ, തങ്ങൾ അള്ളാഹുവിനോട് എന്റെ കാര്യത്തിൽ ശഫാഅത്ത് ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി വഫാത്തായ നബി തങ്ങളുടെ ഖബറിന്റെ അരികിൽ ചെന്ന് പറയണമെന്ന് പറയുന്നത് സമസ്തക്കാരല്ല, ബഹുമാനപ്പെട്ട ഇമാം നവവിയാണ്, ഇമാം ഇബ്നു ഖുദാമയാണ്, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയാണ്, ലോകത്ത് ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരാണ്. അവർക്ക് ആർക്കും ഇസ്തിഹാസ ശിർക്കാണെന്നോ ഹറാമാണെന്നോ നരകത്തിൽ പോകുന്ന പരിപാടിയാണെന്നോ കാഫിറാണെന്നോ അവരാരും പറഞ്ഞിട്ടില്ല. 4 മുജാഹിദ് ആഫീസിലുള്ള മൗലവിമാർക്ക് മാത്രമാണ് ഈ സത്യം തിരിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അബദ്ധമാണിത്. ലോകത്തുള്ള ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുതലുള്ള ഇമാം മുഹദ്ദിസുകൾ, ഇമാം മുസ്ലിം, അങ്ങനെ പോകട്ടെ, ഇമാം ബൈഹഖി, ഇമാം നവവി, ഗസാലി, ഇമാമുൽ അർമൈൻ, എല്ലാവരും ചെയ്ത വിഷയമാണിത്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിൽപ്പെട്ടതാ. 100 നിന്നോടത്ത് പറയാനുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമാണ് ഇതൊക്കെ. അത് പിന്നെ ചോദ്യത്തിൽ വരാത്തതുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഏതോ ആവട്ടെ സഹോദരന്മാരെ, എല്ലാവരും ചെയ്തതാണ്. അതൊക്കെ സുന്നത്തുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ചോദിക്കുന്നത് എന്താ, അതൊന്നും ചെയ്യാതെ ഞാൻ മരിച്ചാല് അത് പ്രശ്നമാണ്. ഇങ്ങനെ നിസ്കരിക്കാതൊക്കെ നിങ്ങൾ ചെയ്താല്, നിസ്കാരത്തിലുള്ള ഇസ്തിഹാസൊക്കെ മാറ്റിയിട്ട് റസൂലുള്ളാഹിന്റെ വിളിയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ മരിച്ചു പോവാണെങ്കിൽ കുറച്ച് പ്രശ്നം തന്നെയാണ്, ബുദ്ധിമുട്ട് തന്നെയാണ്. അതല്ലാതെ നിങ്ങളെ ചോദ്യം, ഞാൻ കുത്തുബിയ്യത്ത് അല്ലാതെ യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ചൊല്ലാതെ ജനം മരിച്ചാലോ, അത് അള്ളാഹുവിന്റെ അരികിലാണ് നിങ്ങളെ കാര്യമുള്ളത്. അള്ളാഹു നിങ്ങളെ നന്നാക്കി
നന്നാക്കി തരട്ടെ. പക്ഷെ നിങ്ങൾ കാഫിറാത്ത് പറയാൻ ഞങ്ങൾക്ക് യാതൊരു ധൈര്യവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളുകൾ കാഫിറും മുശ്രിക്കും ആണ് എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ചെല്ലാതെ കുത്തുബിയത്ത് ചെല്ലാതിരിക്കുന്നതെങ്കിലും എന്നിട്ട് ചെയ്യുന്നവർ മുശ്രിക്കാണ് കാഫിറാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാതെ നിങ്ങൾ മരിക്കുകയാണെങ്കിലും നിങ്ങളെ കാര്യം മഹാകഷ്ടാണ്. അള്ളാഹു നിങ്ങളെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. പിന്നെ നേരത്തെ ഇവിടെ ഒരു SSF കാരനെ തന്നെ ചട്ടം കടിച്ചു കൊണ്ടുപോയിട്ട് ഇവിടെ മുമ്പ് ഒരു പറഞ്ഞല്ലോ, അതായത് ഞാൻ മുജാഹിദേനും പിന്നെ ഇതാ ഞാൻ സുന്നിയായിക്ക് അല്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മുജാഹിദിന്റെ ജാഹിദ് പ്രവർത്തകനല്ല. അല്ലെങ്കിൽ പിന്നെ SSF അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആളെ അറിയണ്ടേ? ഇനി ഞാൻ പറയാം, അത് സംബന്ധിച്ച് അല്ല ഞാൻ പറഞ്ഞു തീരട്ടെ. അല്ല ഞാനിവിടെ വന്നിരുന്നിട്ട് രണ്ടാമത്തെ ചാൻസ് എനിക്ക് തരാതെ മൂന്നാമത്തെ ചാൻസാ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഞാനിരുന്നു. പക്ഷേ മൂന്നാമത്തെ ചാൻസ് നിങ്ങൾ അയക്ക് കൊടുത്തു. അത് എന്നോട് ചെയ്ത അനീതിയല്ലേ? ഞങ്ങൾ ഇവിടെ ചാൻസ് കൊടുക്കണില്ല. അല്ല എന്നോട് പറഞ്ഞില്ല, ഇവിടെ നിൽക്കുന്ന ഇയാൾ പറഞ്ഞു നിങ്ങൾക്ക് മൂന്നാമതാണ് ചാൻസ് എന്ന് പറഞ്ഞു. അല്ല ഇവിടുന്ന് അല്ല എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് തരൂല. സംഘാടകരാണ് അവരോട് ചോദിക്കണം. അത് എന്താന്ന് വെച്ചാൽ അവർ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ മിനിറ്റിന്റെ ചോദ്യം ആയതുകൊണ്ട് അതിന് അവസരം കൊടുത്തതാണ്. അതൊന്നും കുറ്റപ്പെടുത്തേണ്ടതല്ല. നിങ്ങൾ അങ്ങനെ അതൊന്നും വലിയൊരു ആനത്തലയുള്ള വിഷയമായിട്ട് പറയല്ലേ. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഒലിച്ചു പോവില്ലല്ലോ. പിന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞൊരു കളവുണ്ട്. അതെന്താ? അയാൾ SSF കാരനാണ് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് അയാൾ SSF കാരനാണെന്ന് ചോദിച്ചപ്പോൾ അത് എനിക്ക് അറിയില്ല നിങ്ങൾ പറഞ്ഞു. പണ്ട് മറ്റേ ഹുസൈൻ സലഫി പറഞ്ഞ മാതിരിയാണ്, എനിക്ക് അറിയില്ലാതെ ആദ്യം പറയും പിന്നെ എങ്ങനെയും പറയും. അപ്പൊ അതുകൊണ്ട് അയാൾ നിങ്ങൾ SSF കാരൻ എനിക്ക് അറിയില്ല, നിങ്ങൾ ചട്ടം കെട്ടിച്ചതാണോ അതൊന്നും കൂടെ തന്നെ ആൾ അതായത് ഇവരോട് സമ്മതം വാങ്ങിയിട്ടാണ് എന്ത് ചെയ്തത് കൊടുത്തുകണേ. അപ്പൊ അത് കഴിഞ്ഞു. അതും നിങ്ങൾ പറഞ്ഞ കളവാണ്. അപ്പൊ നിങ്ങൾ കളവ് പറഞ്ഞിട്ട് മുഖത്ത് നോക്കി എന്താണ് നിങ്ങൾ SSF കാരൻ നമുക്ക് അറിയില്ല. ഞാൻ പെരിന്തൽമണ്ണ താലൂക്കിലാണ്. പിന്നെ ഉസ്താദ് അബ്ദുറഹിമാൻ പറയുമ്പോൾ ഞാനും അബ്ദുറഹിമാനും ഒരു നാട്ടുകാരനാണ്, ഒരു മഹലിലുള്ള ആളാണ്. പിന്നെ എന്റെ ബംഗളൊക്കെ താമസിക്കുന്നത് അവന്റെ വീട്ടിന്റെ അപ്പുറമായിട്ട് ഉമ്മാന്റെ ജ്യേഷ്ഠത്തി എല്ലാവരും ഉണ്ട്, ബന്ധമുണ്ട്, അറിയുകയും ചെയ്യാം. ഒരുപാട് യോഗങ്ങൾക്ക് മുജാഹിദിന്റെ ഒരുപാട് യോഗങ്ങൾക്കും കൺവെൻഷനും പലതിനും എന്നെ ക്ഷണിക്കുകയെ പിന്നെ കത്ത് തരുവേ. ഞാൻ 1-2 പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തിട്ട് പിന്നെ അബ്ദുറഹിമാൻ തന്ന കേസറ്റ് തന്നെ രോഗവും പിന്നെ അതോടനുബന്ധിച്ച് തന്നെ അനുവദനീയമായ ചികിത്സ CD കേസറ്റ്, അതേപോലെ തന്നെ ഹുസൈൻ സൽഫിന്റെ കേസറ്റും ഒക്കെ എന്തുണ്ട് എന്റെ കൈവശമുണ്ട്. അത് ഞാൻ ഒരു മുജാഹിദിന്റെ പ്രവർത്തകനെ അങ്ങനെ കല്യാണ വീട്ടുകളൊന്നും പിന്നെ അതേപോലെ ഞാൻ ക്ലാസ് എടുക്കാനൊന്നും പോയിട്ടില്ല. കാരണം അതിന് മാത്രം വിവരങ്ങളൊന്നും എനിക്കില്ലാത്തത് കൊണ്ട്. മെമ്പർഷിപ്പ് ഉണ്ടോ? ഇല്ല. കഴിഞ്ഞില്ല, വിഷയം തീർന്നു. നിങ്ങൾ അടുത്ത് ചോദിക്കും. അതൊക്കെ നമ്മൾ അതിനെ പറ്റി ഡയലോഗ് ചെയ്യണ്ട. നിങ്ങളും ഞാനും പറയണ്ട, വിഷയം തീരുമാനമല്ലോ. വെറുതെ നമ്മൾ നോണ പറയേണ്ടതില്ല. ആയിക്കോട്ടെ. എന്തായാലും മുജാഹിദ് പ്രവർത്തകനാന്ന് അയാൾ പറഞ്ഞിട്ടില്ലല്ലോ. അൽഹംദുലില്ലാ. അത് മതി. പ്രവർത്തകരാന്ന് പറഞ്ഞില്ല. നിങ്ങളെ കേസിൽ നിങ്ങളെ യോഗത്തിൽ പങ്കെടുത്ത ആളാന്ന് പറഞ്ഞു. നമ്മള് നിങ്ങൾ ഈ പറയുന്ന സുന്നികളെല്ലാ ആളുകളോടും കാസറ്റ് കൊടുക്കലും തവത്തടത്തലും തന്നെയാണ് ഞങ്ങൾ പണി. യോഗത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആളുകളെ ഉള്ളൂ, ഞങ്ങൾ ആളുകൾ പങ്കെടുക്കില്ല. SSF മുജാഹിദിന്റെ യോഗത്തിൽ പങ്കെടുക്കാറില്ല. അത് പച്ചക്കളവാണ്. സത്യമാണ്, പച്ച സത്യമാണ്, പച്ച സത്യമാണ്. നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ ഞാൻ എന്റെ ഭാഗം പറയാണ്. ഓക്കെ, അത് പറഞ്ഞോളി. വലു സമീവും മസ്തജാബൂലക്കും എന്നുള്ള സൂറത്ത് ഫാത്തിർ 14-ാമത്തെ ആയത്താണ് നേരത്തെ ഇവിടെ ചർച്ച ചെയ്തത്. അതിന് നിങ്ങളുടെ ഭാഗം പറഞ്ഞാൽ പോരാ എന്ന് ഈ മൗലവിയോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞില്ല. ഞാൻ മനസ്സിലാക്കിയത് തദൂഹും നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്ന് പറയുമ്പോ ഈ ഹൂം എന്ന് പറഞ്ഞാല് അവിടെ നിങ്ങൾ പറയുന്നത് അത് ബിംബങ്ങളെ സംബന്ധിച്ചല്ല, ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ദൈവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, കേസറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതെ, അവിടെ പറയുന്നുണ്ടല്ലോ അസ്ലാമും ജിന്നും മിൻസും പെടും എന്ന് പറഞ്ഞാൽ മഹാന്മാരും അമ്പിയാക്കളും മിൻസും പെടൂലേ? അപ്പൊ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർ കേൾക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരാധിച്ചാൽ മാത്രമേ കേൾക്കൂ, അല്ലാത്തവർക്ക് കേൾക്കൂല എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും തന്നെ ആ ചോദ്യം വരട്ടെ. കുർത്തുബിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ള കിതാബ്, ഞാൻ അത് വായിച്ചിട്ടില്ല ഇതുവരെ. ഈ ജാതി അബദ്ധം മുജാഹിദ് പറയുന്ന എനിക്കറിയാം, അതുകൊണ്ട് കൊടുത്താ ഞാനിത് ഞാൻ വായിക്കാം. അത് മുന്നിൽ കണ്ടുകൊണ്ടാ ഞാൻ പറഞ്ഞത്. എന്ത് ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ദൈവങ്ങൾ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആവർത്തിച്ച് ഞാൻ പറഞ്ഞത് കുർത്തുബി കണ്ടിട്ടാണ്. മുജാഹിദ് കണ്ടിട്ടില്ല, എനിക്കറിയാം. ഓരോ അവിടെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുള്ളൂ. ഞാൻ വായിക്കാം. നിങ്ങൾക്ക് ഞാൻ ശരിക്കും പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്തെന്നെയാണ്
തന്നെയാണ്, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥനയെ കുറിച്ച് തന്നെയാണ്, മറക്കണ്ട. ഏതോ ആവട്ടെ, ഞാൻ പറയാം. ഇതിന്റെ 14-ാമത്തെ വാല്യം 215-ാമത്തെ പേജ്. അതല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് നിൽക്കണം. ഞാനിത് കൊണ്ടു നടക്കേണ്ട, എല്ലായിടത്തും കൊണ്ടു നടക്കും. കാരണം മുജാഹിദുകൾക്ക് ആകെയുള്ളൊരു തുരുപ്പ് ഷീറ്റാണ് ഇത്. വലിയ കാര്യം എന്ന സാധുക്കൾ കരുതി അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് ഇത് ആ സാധുക്കൾ ചിന്തിക്കാറില്ല. ഞാൻ വായിക്കാം. ഇതാ, വഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി പറയുന്നു, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്നിങ്ങനെ പറഞ്ഞു. ഇന്ന ഫിന്നവായി ഇൻ തസ്തഗീസു ബിഹിം ബിന്നവായി ലാ യസ്മഉ ദുആഅക്കും ലിഅന്നഹാ ജമാദാത്തുൻ ലാ തുബ്സിറു വലാ തസ്മഉ. ആ അവകൾ, ആ നിങ്ങൾ വിളിച്ചു തേടുന്ന ആ ദൈവങ്ങളുണ്ടല്ലോ, അത് ജീവനില്ലാത്തതാണ്, അത് കാഴ്ചയില്ല, കേൾക്കുകയുമില്ല. ലിഅന്നഹാ ജമാദാത്തുൻ ലാ തുബ്സിറു വലാ തസ്മഉ. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വായിച്ച ഇബാറത്ത് സുമ്മ യജൂസു, ശരിക്കും ശ്രദ്ധിച്ചോളി. സുമ്മ യജൂസു, പിന്നെ അനുവദനീയമാണ്. ഇതിന്റെ ഈ ലമീർ ഇൻ തദ്ഉഹും, അവർ എന്ന് പറഞ്ഞ ലമീർ മടങ്ങൽ അനുവദനീയമാണ്. ആരിലേക്ക്? ഇലൽ മഅബൂദീന. കണ്ടോ, ഇലൽ മഅബൂദീന, ദൈവങ്ങളിലേക്ക് മടങ്ങാം. അത് മുജാഹിദ് വായിച്ചിട്ടില്ല, ഇവിടെ മൂപ്പർ ഇപ്പോഴും വായിച്ചിട്ടില്ല. മൂപ്പർ അതിന് ശേഷമുള്ളതാ വായിച്ചത്. ഞങ്ങളിത് ഒന്നാകെ പഠിച്ചിട്ടില്ലേ സഹോദര നടക്കുന്നത്. ഇലൽ മഅബൂദീന, ദൈവങ്ങളിലേക്ക് മടങ്ങാം. മിമ്മാ യഅഖിലു, ഏതുപോലെ? കൽ മലായികതി വൽ ജിന്നി വൽ അംബിയായി വശയാത്തീനി. അപ്പൊ ദൈവങ്ങളായ മലക്കുകൾ എന്ന് പറഞ്ഞാൽ മലക്കുകളെ കുറിച്ച് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രിമാരാകുന്നു, പെൺകുട്ടികളാകുന്നു എന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. പിന്നെയോ വൽ ജിന്നി, അത് മുജാഹിദിനെ കുറിച്ച് തന്നെയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ജിന്നുകളോട് വിളിച്ചു തേടിയ ആൾ കേൾക്കൂല. മുജാഹിദ് എന്ന് പറഞ്ഞ എന്താ, നമുക്ക് ഓരോ വിഭാഗത്തിനും ഒരു ജിന്നുമാണ്. എന്റെ കയ്യിലുണ്ട്, അതിന്റെ വണ്ടിയിലുണ്ട്, അതിന്റെ CD ക്ലിപ്പിംഗ് എന്റെ കയ്യിലുണ്ട്, CD മൗലവിമാരുടെ പ്രസംഗം എന്റെ കയ്യിലുണ്ട്. എന്താ പറയുന്നത് അറിയോ? നമുക്ക് അദൃശ്യ മേഖലയിൽ, പഴയ കാലത്ത് മുജാഹിദ് പഠിപ്പിച്ചിരുന്നത് അഭൗതിക മേഖലയിൽ അസാധാരണ മറഞ്ഞ വഴി, അതുപോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അത് മറഞ്ഞൊരു ശക്തിയുണ്ട്, നമ്മളെ സഹായിക്കുന്നു വിശ്വസിച്ചാൽ മുശ്രിക്കാണ്, കാഫിറാന്ന മുജാഹിദ് പഴയ കാലത്ത് പഠിപ്പിച്ചത് അല്ലേ? എന്നിട്ട് മുജാഹിദ് തഫ്സീറുൽ ഖുർത്തുബി വായിക്കും. എന്തൊക്കെ? കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയായി വശയാത്തീൻ എന്ന് പറഞ്ഞിട്ട് പറയും. അംബിയാക്കളെ സഹായിക്കുന്നു വെച്ചാൽ മുശ്രിക്ക്, ജിന്ന് സഹായിക്കുന്നു വെച്ചാൽ ഓ മുശ്രിക്ക്, അതുപോലെ മലക്കുകൾ സഹായിക്കുന്നു വെച്ചാൽ മുശ്രിക്ക്, ശൈത്താന്മാരെ സഹായിക്കുന്നു വെച്ചാൽ മുശ്രിക്ക് എന്ന് പഴയ കാലത്ത് മുജാഹിദ് പറഞ്ഞിരുന്നത്. അപ്പൊ മുജാഹിദ് എവിടെ എത്തി? നമ്മളെ കൂടെ ഓരോ ജിന്നുകൾ നമ്മളെ സഹായിക്കാറുണ്ട്. ജിന്നുകൾ മറഞ്ഞ വഴിയോ തെളിഞ്ഞ വഴിയോ, ജിന്നുകൾ അഭൗതികമോ ഭൗതികമോ, ജിന്നുകൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമോ അധീനമോ ഇരിക്കട്ടെ. ആ ചോദ്യത്തിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല, അതിന് മറുപടി പറയാൻ ഞാൻ മടവൂർ ഗ്രൂപ്പിൽ ഏൽപ്പിക്കുകയാണ്. ഏതോ ആവട്ടെ സഹോദരന്മാരെ, ജിന്നെന്ന് പറയുന്ന മറഞ്ഞ വഴിയിലുള്ള അഭൗതിക വഴിയിലുള്ള ഒരു ശക്തിയെ വിളിച്ച് സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് മുജാഹിദ് പറഞ്ഞിരുന്നത്. അതിനാ മുജാഹിദ് തെളിവ് ഉദ്ധരിച്ചിരുന്നത്. ഏതോ ആവട്ടെ, ഇങ്ങനെ ദൈവമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന മലക്കുകൾ, ദൈവമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ജിന്നുകൾ, ദൈവമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന അമ്പിയാക്കൾ, ദൈവമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന പിശാചുക്കൾ, ഇവരൊന്നും വിളിച്ചാ കേൾക്കൂല. നോക്കൂ നിങ്ങൾ. അപ്പൊ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ദൈവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കുന്നവരുണ്ടോ? ജീവനുള്ളതും പെട്ടു, ഇല്ലാത്തതും പെട്ടു. അവരെ വിളിച്ചാ കേൾക്കൂല. ഇതാ ഖുർആൻ പറഞ്ഞത്. അതല്ലാതെ മഹാത്മാക്കളായ മുഹയ്യിദ്ദീൻ ശൈഖ് ദൈവമാണെന്നോ, ദൈവാവതാരമാണെന്നോ, ദൈവത്തിന്റെ പുത്രനാണെന്നോ, ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെ അള്ളാഹുവിന്റെ അടിമയാണ്, നബിയാണ്, റസൂലാണ്, വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം ചോദിച്ചാൽ അത് ഈ ആയത്തിന്റെ പരിധിയിൽ പെടുമെന്ന് ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ലോകത്തൊരൊറ്റ മുജാഹിദിനും തെളിയിക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ തെളിയിക്കാൻ കഴിയാത്ത മൗലവിക്ക് കഴിയാത്തതുപോലെ നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പറയാം. അത് സംബന്ധമായിട്ട് നിങ്ങളെ നിങ്ങൾ അവരെ വിളിച്ചാൽ അവരെ വിളി അവർ കേൾക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മലക്കുകൾ, സാലിഹ്യങ്ങൾ ഇവരാണ് ഞാൻ പറഞ്ഞല്ലോ. ആ പുസ്തകം പറഞ്ഞാൽ ദൈവങ്ങളെ സംബന്ധിച്ചാണ്. തീർച്ചയായും ആരാണ് ദൈവം എന്നല്ല, നമ്മൾ ആർക്ക് ആരാധന അർപ്പിക്കുന്നു അതാണ് നമുക്ക് ഇലാഹ്. ഞാൻ മുഹയ്യിദ്ദീൻ ശൈഖിന് ആരാധന അർപ്പിച്ചാൽ എനിക്കത് ഇലാഹാണ്. അപ്പൊ ആ മുഹയ്യിദ്ദീൻ ശൈഖിനെ ഞാൻ ആരാധിച്ചുകൊണ്ട് ചെയ്താൽ ഉറപ്പ്
ഉറപ്പാണ്. അത് ഉറപ്പാണല്ലോ. തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, മുഹിയുദ്ദീൻ ശേഖിന് ആരാധന നിർവഹിക്കുന്ന ഏത് സുന്നിയാണ് ഈ സദസ്സിലുള്ളത്? നിങ്ങൾ ആരെങ്കിലും മുഹിയുദ്ദീൻ ശേഖിനെ ആരാധിക്കുന്നുണ്ടോ? ഉണ്ടോ? റസൂലുള്ളാഹിക്ക് ആരാധിക്കുന്നുണ്ടോ? ബദരീങ്ങൾക്ക് ആരാധിക്കുന്നവരുണ്ടോ? പറയൂ നിങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്താ പറയാ പറയൂ. അതല്ലേ രസം. ഇപ്പൊ വിഷയത്തിൽ പ്രാർത്ഥന നടത്തുന്നു, അത് തന്നെയാണ് ആരാധന. ഈ ഇപ്പൊ നമ്മള് നേരത്തെ കണ്ടോ ഇപ്പൊ നമ്മള് മറ്റേ ദീ കവന്ന് തിരിയാണ്. പണ്ട് വിട്ടു ഇയാള് പറഞ്ഞു പ്രാർത്ഥന ചെയ്യാൻ വിട്ടു, ഇസ്തിഗാത്ത സഹായം ചോദിക്കൽ എന്ന് പറഞ്ഞിട്ട് വന്നതാ. അപ്പൊ ഊപ്പര് വീണ്ടും പ്രാർത്ഥന. ആ പഴയ മേച്ചർക്ക് അവിടുന്ന് കിട്ടിയ ചീട്ടിക്ക് തന്നെ വീണ്ടും പോവാണ്. നിങ്ങൾ അത് മാറ്റി. ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോട് വലിയ കാതി ഞാൻ വായിക്കാം. സംയുക്തമായിട്ടാണെങ്കിലും ശരി. ഞാൻ പറഞ്ഞുതരാം. ഇയ്യാക്കൻ അബ്ദു വ ഇയ്യാക്കൻ നസ്തഈൻ. അതിന്റെ അർത്ഥത്തിൽ കോഴിക്കോട് വലിയ കാലി ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോ തങ്ങൾ എഴുതുന്നത് ഇങ്ങനെയാണ്: അള്ളാഹുവെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. എന്നിട്ട് അയാളെ വിശദീകരിക്കുകയാണ്: നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കും ഇല്ല. അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗമാണ്. അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്ന പ്രാർത്ഥനയാണ്. അതിൽ വലിയ കാലിക്കും ചെറിയ കാലിക്കും ഞങ്ങൾക്കും ആർക്കും സംശയമില്ല, കാലി അല്ലാത്തവർക്കും സംശയമില്ല. അള്ളാഹിനോട് വയ്യാക്ക ചെയ്യുന്ന ആ ആയത്തിന്റെ വിശദീകരണത്തിലാണ് പറയുന്നത്. നിങ്ങളെ ആരോ പഠിപ്പിച്ച് അബദ്ധത്തിൽ പെടുത്തിയിരിക്കുന്നു. നിങ്ങളെ വയ്യാക്ക അള്ളാഹുവേ, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അള്ളാഹിനോട് സഹായം ചോദിക്കുക എന്ന പ്രാർത്ഥന തന്നെയാണ്, അത് ആരാധന തന്നെയാണ്. അതിലാർക്കും സംശയമില്ല. അത് നിങ്ങൾ വായിച്ചതുകൊണ്ട് നമ്മളെ ചർച്ചയ്ക്ക് എതിരല്ല. നമ്മളെ ചർച്ച മുഹിയുദ്ദീൻ ശേഖയെ കാക്കണേ, അത് ആരാധനയാണോ അല്ലേ? ആരാധന എന്താ നിങ്ങൾക്കറിയില്ല. ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു ഇരിക്കട്ടെ. മുജാഹിദിന്റെ അൽമനാർ. നിങ്ങൾക്ക് ആ അൽമനാറും പിന്നെ അമാനിയൊക്കെ പഠിപ്പിച്ചിട്ടല്ലേ മാറുള്ളൂ. അൽമനാർ ഒന്നുകൂടി ഉണ്ടാവില്ല. അൽമനാർ ഇതിൽ പറയുന്നുണ്ടോ? എന്താ പറയുന്നത് എന്നറിയോ? ഏതൊരു വണക്കവും ഏതൊരു അനുസരണയും ഏതൊരു വിനയപ്രകടനവും അത് ആരാധനയാവണമെങ്കിൽ ദിവ്യത്വം കൽപ്പിക്കുകയും തദനുസാരമുള്ള വിശ്വാസമുണ്ടാവുകയും ചെയ്യുമ്പോഴേ ആരാധനയാവൂ. എന്താ ഒരു സംശയമില്ല, ദിവ്യത്വം കൽപ്പിക്കണം. പറയുന്നതാരാ? മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നതിന് മുമ്പ് അവരുടെ മുഖപത്രം അൽമനാർ. നിഷേധിക്കാൻ കഴിയുന്നവരെ വെല്ലുവിളിക്കുന്നു ഞാൻ. ആർക്കും വന്ന് നോക്കാം. ദിവ്യത്വം കൽപ്പിക്കണം. അതല്ലേ ഞങ്ങൾ പറഞ്ഞത്? ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവപുത്രനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ട് വിളിക്കുകയാണോ? മുഹിയുദ്ദീൻ ശേഖിനെ വിളിക്കുകയാണോ? ആരാധനയാണ്. ബദരീകളെ വിളിക്കുകയാണോ? ആരാധനയാണ്. മറ്റാരെ വിളിക്കുകയാണോ? ആരാധനയാണ്. പക്ഷെ സുന്നികളാണ് വിളിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ദിവ്യത്വം കൽപ്പിക്കുന്നില്ല, ഞങ്ങൾ ഇലാഹാണെന്ന് കരുതുന്നില്ല, ഞങ്ങൾ ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല, ദൈവാവതാരമാണെന്ന് വിശ്വസിക്കുന്നില്ല, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പൊ മുജാഹിദ് വെച്ചു കന്യാമറിയമേ രക്ഷിക്കണേ. അത് ഇതുപോലല്ലേ? അല്ല, കന്യാമറിയമോ അല്ലെങ്കിൽ ഈ യേശുവെ രക്ഷിക്കണേ എന്ന് പറയുന്നത് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇന്നല്ലാഹ സാലിസു സലാസ, 3 ദൈവങ്ങളിൽപ്പെട്ട ഒരു ദൈവമാണ് കന്യാമറിയം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ കന്യാമറിയമിനെ വിളിക്കുന്നത്. അതുകൊണ്ട് അത് ശിർക്കാണ്, അത് അവർക്കുള്ള ആരാധനയാണ്, അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതാണ്. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല. മുഹിയുദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്ന് പറയുമ്പോ അവർ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ അൽമനാർ പറഞ്ഞതുപോലെ വിചിന്തനം എന്റെ കയ്യിലുണ്ട്. വിചിന്തനം പറഞ്ഞതുപോലെ അൽമനാറിന്റെ പഴയ കോപ്പി എന്റെ കയ്യിൽ വേറെയുമുണ്ട്. എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അൽമനാറിന്റെ കോപ്പി അതും എന്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഇപ്പൊ വായിച്ചു തരും. അതൊക്കെ അവരൊക്കെ പറഞ്ഞതുപോലെ ദിവ്യത്വമുണ്ടെന്നോ ദൈവാവതാരമാണെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന തേട്ടം, ഞങ്ങൾ ചെയ്യുന്ന അപേക്ഷ, ഞങ്ങൾ ചെയ്യുന്ന അർത്ഥന, ഞങ്ങൾ തേടുന്ന അപേക്ഷ, ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ സഹായം ചോദിക്കൽ, നിങ്ങൾ അതിന് പ്രാർത്ഥന, നിങ്ങൾ വെള്ളിയാഴ്ച രാവുന്ന പേരിട്ടോളി, പേര് നിങ്ങൾ ഔലും കഞ്ഞി കിട്ടോളി, എന്ത് പേരിട്ടാലും ശരി അത് ആരാധനയല്ല. എന്തുകൊണ്ട്? അത് അവർക്ക് ദിവ്യത്വം കൽപ്പിക്കാതെയാണ്. ചോദിക്കും, മൈക്ക് കൊടുക്കി വേഗം കൊടുക്കി, തീരുമാനപ്പാവും. ഇപ്പൊ ആരാധനയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് തെളിവായിട്ട് എടുത്ത അൽമനാറും മറ്റേ എന്നാ ഞാനൊന്നെടുക്കാം. നിങ്ങളിപ്പോ വിഗ്രഹത്തിനല്ല മനുഷ്യന് തന്നെ സുജൂദ് ചെയ്യാന്നുള്ളിടത്തിലാണ് എത്തിയിരിക്കുന്നത്. ഉണ്ട്. ഇടമുട്ടൻ സംവാദത്തിൽ നമ്മൾ കേട്ടതാണ്. എന്താ അവിടെ നിങ്ങൾ പങ്കെടുത്താണ്, നമ്മൾ കണ്ടാണ് സീഡ്. മാതിനുള്ളിലും സപ്ലിമെന്റിന് ഇസുദ്ദീൻ കാമിൽ സഖാഫി കൊല്ലം ജില്ലാ SSFന്റെ പ്രസിഡന്റ് എഴുതുകയാണ്. എന്താ എഴുതുന്നത്? വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു
കഴിവും പുസ്തകം യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലാക്കല്ലാതെ മറ്റാർക്കും ഇല്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. ഇത്രയാണെന്ന് സക്കരിയ സലാഹി വായിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു ബാക്കി വായിച്ചില്ല. ഞാൻ വായിക്കാം ബാക്കി. എന്താണോ കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞില്ല. അപ്പൊ കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാന്ന് അവിടെ അയാൾക്ക് ഉറപ്പില്ല. അപ്പൊ കർമ്മശാസ്ത്ര വീക്ഷണത്തിലൊക്കെ എന്ന ഹറാമാൻ സമ്മതിച്ചു കൊടുക്കാം. അഖീദാപരമായിട്ട് ആ പറഞ്ഞത് എന്താണ്? അള്ളാഹു അല്ലാത്തവർക്ക് ഒരാൾ സുജൂദ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അഖീദയിൽ അതിന്റെ വിധി എന്താ? അത് നമ്മളെ ഉടവിട്ട് നമുക്ക് പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ചോദിക്കാൻ കഴിയില്ല. ഓക്കെ, അത് നമുക്ക് മറുപടി പറയാം. അതിനു മുമ്പ് ഇപ്പൊ നിങ്ങൾ വായിച്ചത് എന്തിനാ? നിങ്ങൾ പറഞ്ഞത് മനുഷ്യർക്ക് വിഗ്രഹത്തിന് സുജൂദ് ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് രേഖയായിട്ടാണ് നിങ്ങൾ ഇത് വായിച്ചത്. അതെവിടെ? അതൊരു കാണിച്ചടിക്കാണ്. ബാക്കി പിന്നെ പറയാം. നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറയട്ടോ? അത് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല, പറയും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് നേരത്തെ മൂപ്പർ ഇന്റർവ്യൂ ചോദ്യ മാതിരി നിങ്ങളിത് വായിച്ചത് ഇപ്പൊ എന്തിനാ? ഞങ്ങൾ ബിംബത്തിന് സുജൂദ് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ പറയുന്നിടത്തേക്ക് കാര്യം എത്തിയിട്ടുണ്ട്, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നതിന് രേഖയായിട്ടാണ് ഇസുദ്ദീൻ സഖാഫിന്റെ ഈ ലേഖനം നിങ്ങൾ വായിച്ചത്. അതിലെവിടെ പറഞ്ഞിട്ടുള്ളത്? കാണിച്ചേട്ടി. ഇസുദ്ദീൻ കാമിൽ സഖാഫിന്റെ ലേഖനങ്ങൾ അംഗീകരിക്കുന്ന തന്നെയാണല്ലേ? എന്നാൽ ഞാൻ ഒന്നുകൂടി വായിക്കാം. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലാക്കല്ലാതെ മറ്റാർക്കും ഇല്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അപ്പൊ സുജൂദ് ചെയ്യാൻ ശിർക്കാവൂല എന്നാ നിങ്ങൾ എഴുതിയിരിക്കുന്നത്. അതാ ഞാൻ വായിച്ചത്. നല്ല നിങ്ങൾ ശേഷം വായിക്ക്. സുജൂദ് ചെയ്യാമെന്നല്ല, ശിർക്കാവുകയില്ല. അത് കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. ഹറാം എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളതോ? എവിടെ നിങ്ങൾ വരുന്നത്? ഹറാം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ സുന്നത്തും പുണ്യകർമ്മവും അനുവദനീയാതിന ഹറാം എന്ന് പറയാം. പകുതി നിങ്ങൾ മൂടി വെച്ചിട്ടല്ല നിങ്ങൾ വായിക്കുന്നത്. നിങ്ങൾ അവിടെ സക്കരിയ സലാഹി ചെയ്ത അതേ കള്ളത്തരം നിങ്ങൾ ആവർത്തിക്കുകയാണ്. മൗലവിമാർ നിങ്ങളെ പറ്റിച്ചത് നിങ്ങൾ വായിച്ചെടുത്തിരിക്കുകയാണ്. ഹറാമാണത് എന്നാ പറഞ്ഞത്. ഹറാമാണെന്ന് പറഞ്ഞാ ചെയ്യാൻ പറ്റുന്നത് എന്നല്ല, പറ്റാത്തത് എന്നാ. ഇനി ബാക്കിയും കൂടി വായിക്കി. ബാക്കിയും കൂടി നിങ്ങൾ വായിക്കൂ. എന്താ? ഞാൻ കുറച്ചുകൂടി വായിക്കാലോ. ഇന്ന് നിങ്ങൾ ചോദിക്കുന്നത് എന്താ? അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. എന്നിട്ട് സജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ്. ആദം നബിക്ക് മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്തില്ലേ? ഖുർആൻ പറഞ്ഞതല്ലേ? നിങ്ങൾ പറയൂ, അത് ശിർക്കാണോ? ശിർക്ക് ഞങ്ങൾ അന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ് നിലനിൽക്കുക. കഥല്ലാതെ നിങ്ങൾ എന്തിനാ ഇടങ്ങേറി പിടിച്ചത് ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ മലക്കുകൾ ആ ആദമിന് സുജൂദ് ചെയ്തു ഖുർആൻ പറയാ. നിങ്ങൾ പറയാ ശിർക്കാണ് എന്നാ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളെന്താ പറഞ്ഞത് എന്ന് ഞങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതല്ല വിഷയം. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ഇല്ലാത്തത് പറയുകയും അതോടൊപ്പം വലിയൊരു അപരാധത്തിന് കൂടി തിരികൊളുത്തിരിക്കുകയാണ്. എന്താണത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകൾക്ക് സുജൂദ് ചെയ്തത് അതിപ്പോ ശിർക്ക? എന്നാ പിന്നെ ആദ്യം അള്ളാഹ് ഖുർആൻ തിരിഞ്ഞില്ല, മലക്കുകൾക്കും തിരിഞ്ഞില്ല, ആദം നബിക്കും തൗഹീദും ശിർക്കും തിരിഞ്ഞില്ല. ബലൊക്കെ മുശ്രിക്കുകൾ. പിന്നെ ശിർക്കില്ലാത്ത ഞങ്ങൾ സക്കരിയ സലാഹി, ഞങ്ങൾ 4 പുതിയാപ്പിളാരും, ഞങ്ങൾ ധാരാളം പുതിയാപ്പിളാരും മാത്രമേ തിരിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാല് മൈക്ക് കൊടുക്കിയാൽ മൂപ്പരണ്ട് പറയട്ടെ. ഇതിലിപ്പോ ഏതിന്റെ അർത്ഥം സുജൂദ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്? മലക്കൊക്കെ സുന്നികൾ നമ്മളാരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇതിന്റെ അടിയിൽ പറയുന്ന വാക്ക് നിങ്ങൾ വായിച്ചു ശരിയാണ്. സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത് ഓക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ മേലെ ഒരു ഫുൾ സ്റ്റോപ്പിന് മുമ്പ് ആ ബ്രാക്കറ്റിന് മുമ്പ് പറയുന്നുണ്ടല്ലോ സുന്നി. ഏത് സുന്നി? വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി. അതായത് യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. നിങ്ങളെപ്പോലുള്ള ഒരു സുന്നി. ആ സുന്നി എന്നെ പോലുള്ള ആ സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല എന്നാ പറഞ്ഞത്. മലക്കുകളെ സുജൂദ് ചെയ്താൽ ശിർക്കോ അല്ലെന്ന് വേറെ ചർച്ച നമുക്ക് നടത്താം. പക്ഷേ ഇതിന്റെ വിധി ഞാൻ ചോദിച്ച ഉസ്താദ് പറഞ്ഞ ഇപ്പൊ ഞാനൊരു സുന്നിയാണ് എന്നിട്ട് ഞാൻ പോയി സുജൂദ് ചെയ്യാണ് എന്നാൽ ശിർക്കാണോ അല്ലയോ അതെനിക്ക് പറഞ്ഞു. അത് ഞാൻ പറയാം. അതിന്റെ പുറമെ അത് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വലിയൊരു അപരാധം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. നിങ്ങളെ ആ കളി ഇന്റെ അടുത്ത് വരെ പോവില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? സുന്നികൾ സൃഷ്ടികൾക്ക് വരെ സുജൂദ് ചെയ്യാമെന്നിടത്താണ് ഇപ്പൊ നിങ്ങൾ എത്തിയിട്ടുള്ളത്. അതെവിടെയാണ് ഞാൻ ചോദിച്ചത്? അത് കാണിച്ചു തരണം. അത് നിങ്ങൾ കാണിച്ചത്. നിങ്ങൾ ചോദിക്കണത് എന്താ? ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുന്നതിന്റെ ഹുക്കും എന്താണ്? അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. നിങ്ങൾ പറഞ്ഞൊരു കളവുണ്ട്. അത് കളവാന്ന് ലോകത്തുള്ളവർ നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് തെളിയട്ടെ. എന്നിട്ട് നമുക്ക് രണ്ടാമത് പറയാം. ഇവിടെ പറഞ്ഞത് എന്താ? അതെ, ഞാൻ രണ്ടാമത് പറയുന്നുണ്ട്. എന്താ? നിങ്ങൾ പറഞ്ഞൊരു കളവുണ്ട് ഇവിടെ. എന്താ കളവ്?
സുന്നികൾക്ക് സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റും എന്ന് വരെ നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാ തുടങ്ങിയത്. അതെവിടെ ഞങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ ഇവിടെ പറഞ്ഞത് ഓ മുശ്രിക്കായിക്കൊള്ളുന്നില്ല ഇത്രേ പറഞ്ഞിട്ടുണ്ട്. മുശ്രിക്കാവൂല, അത് ശരിയാണ്. പിന്നെ എന്താവുക അത് ഞങ്ങൾ പിന്നീട് പറയും. അതുകൊണ്ട് ഈ സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമെന്ന് സുന്നികൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത്. അത് എവിടെയെന്ന് തെളിയിക്കണം. കൊടുക്കമയക്കാം. ഉസ്താദ് ഒരു കാര്യം ചെയ്യും. ആ ഉസ്താദിന്റെ കയ്യിൽ ആ ലേഖനം ഉണ്ടല്ലോ, അതിൽ വിശ്വാസ പ്രമാണങ്ങളിൽ എന്നോട്ട് ഉസ്താദ് വായിച്ചാ. ഞാൻ വായിക്കാം. 100 വട്ടം 1000 വട്ടം വായിക്കാൻ സമയം അത് മാത്രമല്ലല്ലോ വെച്ചിട്ട് ഞാൻ വായിക്കാത്തത്. വായിച്ചോളൂ നിങ്ങൾ. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കും ഇല്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു സുജൂദ് മറ്റൊരാൾക്ക് ചെയ്യണമെന്നോ ചെയ്യാമെന്നോ ഈ ലേഖനത്തിൽ എവിടെ? അതല്ല, അതൊരു കാണിച്ചേട്ടി. നമ്മളെ വിഷയം അതല്ലേ, അതാണ് നമ്മളെ വിഷയം. ചെയ്യണമെന്നോ ചെയ്യാമെന്നോ ഇല്ല, പക്ഷെ ചെയ്താൽ ശിർക്കല്ല. അതെ, ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. എന്താണ് ഞാൻ പറയട്ടെ, എന്താണ് അത്? ഹറാമാകും. റെഡി ഹറാമാകും. അപ്പൊ ചെയ്യണം എന്നല്ല. കള്ളുകുടി ചെയ്താൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കള്ളു കുടിക്കണം. അത് കുറച്ച് ഇതിന് ഉള്ളിക്കാക്കിയവരുള്ളത് അങ്ങനെ പറയുമോ? കള്ളുകൂടി ശിർക്കല്ല ചെയ്താൽ. പിന്നെന്താണ്? ചെയ്താൽ അത് ഹറാമാണ്. അപ്പൊ ചെയ്യണം എന്നല്ല, ചെയ്യാൻ പാടില്ല എന്നാണ് കഥ പാട്ടെ. എന്നിട്ടാണ് നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറയുന്നത് എന്ത്? അല്ലല്ല, സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത്. തെറ്റല്ലേ അത്? കളവല്ലേ അത്? ഞങ്ങൾക്കിൽ എഴുതിയിട്ടുണ്ടോ? ശുദ്ധ കളവല്ലേ നിങ്ങൾ പറയുന്നത്? വെള്ളം ചേർക്കാത്ത കളവല്ലേ അത്? എവിടെയാണ് ഞങ്ങൾ ചേർക്കാമെന്ന് സുജൂദ് സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ്? അതൊന്ന് കാണിച്ചിട്ട്. അതല്ല ഉസ്താദ് പറഞ്ഞു സുജൂദ് ചെയ്യാം, അത് ശിർക്കല്ല എന്ന് ഉസ്താദ് ഇപ്പൊ സമ്മതിച്ചു. ഹറാമാണ് നിങ്ങൾ പറഞ്ഞത് കർമ്മശാസ്ത്ര വീക്ഷണത്തിലാണ്. അഖീദയിൽ എന്താണ് വീക്ഷണം എന്ന് ഞാൻ ആദ്യം ചോദിച്ചത്. അഖീദയിൽ എന്താ എന്റെ അഖീദ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട കാര്യമാണ്. വിശ്വാസം. ആ വിശ്വാസ കാര്യത്തിൽ ഇങ്ങനെ സുജൂദ് ചെയ്യൽ എന്താണ് അവിടെ എന്താ എന്റെ വിധി? അതാ എന്റെ ഫസ്റ്റ് ചോദ്യം. അതാണല്ലോ ചോദ്യം അതല്ല. ചോദ്യം രണ്ടാമത് മാറ്റുക. ചോദ്യം നിങ്ങൾ എടുത്ത ഇതൊക്കെ ഞാൻ മറുപടി പറയും. എല്ലാം മറുപടി ഉണ്ടാക്കണ്ട്. നിങ്ങളെ സൽസബീൽ ഉണ്ടാക്കണ്ട. ഇനി ഞാൻ വേറെ മറുപടി പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളെ വിഷയം അതല്ല. നിങ്ങൾ ഞങ്ങളെ പറ്റി ഒരു കളവ് പറഞ്ഞാൽ തുടങ്ങിയത് എന്ത്? സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റുന്നവരെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനിതാ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വലിയ ആവേശത്തിൽ നിങ്ങൾ എടുത്തത്. അപ്പോഴാണ് ഞാനും തീർത്തത്. ഞങ്ങളൊക്കെ ഉണ്ടല്ലത്. ഇതിലെവിടെ സുജൂദ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ എഴുതിയത് എവിടെ? അതിങ്ങോട്ട് പറയും. ബാക്കി ചെയ്താൽ എന്ത്? അതിന്റെ ഹുക്കുമ് ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും ബേജാറ്. ഞങ്ങൾ ഇവിടെ എഴുതിയിട്ടുള്ളത് സുജൂദ് ചെയ്താൽ ശിർക്കാവൂല, കള്ളു കുടിച്ചാൽ ശിർക്കാവൂല. എന്റെ അർത്ഥം പിന്നെ കുടിക്കാവുന്ന അല്ല, അത് ചെയ്ത ഹറാമാണ്. ഇതാപ്പൊ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ശിർക്ക് ഈ സുജൂദ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാ നിങ്ങളിപ്പോ ഇവിടെ വെച്ചും പറഞ്ഞു. സലായി ആ മഹാപടിവിഡിത്വം അവിടെ വെച്ച് പറഞ്ഞു. അത് ഏറ്റുപിടിച്ച് നിങ്ങളും പറഞ്ഞു. അതെവിടെ? അതിന് കാണിച്ചു ചെയ്താൽ എന്താണ്? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങളെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല, ഉറപ്പാണ്. അത് ഞാൻ പിന്നീട് പറയും. നിങ്ങളെ എന്റെ വിഷയം നിങ്ങൾ തുടങ്ങിയെടുത്താണ് എന്റെ പ്രശ്നങ്ങൾ. സുന്നികളായ ഞങ്ങൾ സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമെന്ന് എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. അതെവിടെ? അതിന് കാണിച്ചു. നിങ്ങളെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല, അത് ഞാൻ പിന്നീട് പറയും. മാദനുൽ സപ്ലിമെന്റ് പൊതുജനങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അച്ചടിച്ചു വിട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും സുന്നികളായ ആളുകൾ വായിക്കാൻ. തീർച്ചയായിട്ടും അത് വായിച്ച് ഞങ്ങൾ കാര്യങ്ങൾ പഠിക്കുവാണ്. എന്താ നമ്മൾ പഠിക്കുന്നത്? ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹു അല്ലാത്തവന് സുജൂദ് ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണെന്നാ. അതിലൂടെ നമ്മൾ പഠിക്കുവാണ് എന്ത്? അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കല്ല എന്ന് നമ്മൾ പഠിക്കുവാണ്. നിങ്ങളത് ചെയ്യണം എന്ന് എഴുതിയിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗമാണെങ്കിൽ കാണിച്ചുതരാം. നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? നിങ്ങൾ സുന്നികൾ സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തുടങ്ങിയത്. അതില്ല നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് സന്തോഷം. ഫലില്ലാഹിൽ ഹംദ്, ശുക്റല്ലക്കും. അങ്ങനെ കളവ് പറഞ്ഞത് ഇങ്ങനെ പിൻവലിക്കട്ടെ. ഓരോന്നിങ്ങനെ പിൻവലിയുമ്പോ കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടും. ഇനി നിങ്ങൾ ചോദിച്ചോളി, ഞാൻ മറുപടി പറയാം. അതല്ലേ രസം? ചോദിച്ചോളി. ഇനി എന്തായാലും ചോദിച്ചോളി. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും
ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദിന് പറയാനുള്ളത്. ശിർക്കാവൂല, അവൻ കാഫിറാണെന്ന് ഹുക്മ് ചെയ്യപ്പെടും. പഠിച്ചോളി, കാഫിറാണെന്ന് ഹുക്മ് ചെയ്യപ്പെടും. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 9ാമത്തെ വാള്യം കിതാബുർ റിദ്ദത്ത് എടുത്ത് പരിശോധിച്ചോളൂ, കാണാൻ കഴിയും. കണ്ടോളികൾ, ചോദ്യമാണ് റെഡി ചെയ്യുന്ന മറുപടി റെഡി ആയിട്ട് വരൂലേ, അതാ പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചോളി. ഇനി ഞാൻ അടുക്ക കൂട്ടി പറയാം, ഒരു രസം കൂടി രസത്തിന്. ഇത് സൽസബീൽ ഉമർ മൗലിയുടെ പത്രം. അതിൽ ഉമർ മൗലി പറയുന്നു, കണ്ടോ, നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരാൾ സുജൂദിന്റെ രൂപത്തിൽ, ഒരു വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അവൻ മുശ്രിക്കാണെന്നോ കാഫിറാണെന്നോ പെട്ടെന്ന് പറയരുതേ. ഓക്കെ, നിങ്ങൾ ഞങ്ങളല്ല കാഫിറാക്കണത്, മുശ്രിക്കല്ല കാഫിറല്ല എന്ന് പറയും, ഞങ്ങളല്ല, ഉമർ മൗലവിയാ പറയണത്. നോക്കണം നിങ്ങൾ, സൽസബീല എന്റെ കയ്യിൽ. ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ ഒരാൾ നെറ്റിത്തടം സുജൂദിന് വെച്ച് കിടക്കുന്ന ആ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അവൻ കാഫിറാണെന്ന് പെട്ടെന്ന് പറയരുത്. ഓൻ കാഫിറല്ല, കാഫിറാന്ന് പറയരുത് എന്ന് പറഞ്ഞത് കെ ഉമർ മൗലവിയാണ്. സൽസബീലാണ് എന്റെ കയ്യിൽ, നിഷേധിക്കാൻ കഴിയോ? എന്നിട്ട് അങ്ങനെ എഴുതിയ മുജാഹിദുകളാ ഞങ്ങളോട് പറഞ്ഞത്, എന്ത് നിങ്ങൾ സുജൂദ് കാഫിറല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ജാതി കട നിർത്തിക്കളി, സത്യം എല്ലാവർക്കും തിരിഞ്ഞുണ്ട്. അടുത്ത ചോദ്യം ചോദിച്ചോളി, പറയും.